ഹലാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അനുവദിക്കപ്പെട്ടതായ മാർഗത്തിലൂടെ നമ്മൾ സമ്പാദിച്ചെടുത്തത്, അതാണ് ഹലാൽ. ഇസ്ലാം അനുവദിച്ച മാർഗത്തിലൂടെ. നിഷിദ്ധമായതാണ് ഹറാം, നിഷിദ്ധമായ വസ്തു. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വസ്ത്രം, അവന്റെ പാർപ്പിടം, അവന്റെ ജീവിതമെല്ലാം, അവന്റെ നോട്ടം ഇരുത്തമൊക്കെ ഹലാലായിരിക്കണം. മോശമായ ഒരു പ്രവണത അവന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകിച്ച് ആഹാര സാധനങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഹദീസിലുണ്ട് എത്രയോ ആളുകൾ അവർ റബ്ബിലേക്ക് ദുആ ചെയ്യുന്നുണ്ട്, യാ റബ്ബി യാ റബ്ബി എന്ന് വിളിച്ച് ദുആ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടേതാകുന്ന ഭക്ഷണം ഹറാമാണ്, അവർ കഴിക്കുന്നതായ ഭക്ഷണം ഹറാമാണ്, അവരുടെ കുടിനീര് ഹറാമാണ്. മത്അമഹു ഹറാം വമശ്റബഹു ഹറാം ഫഅന്നാ യുസ്തജാബ്. കഴിക്കുന്ന ഭക്ഷണവും ഹറാമാണ്, കുടിക്കുന്ന പാനീയവും നിഷിദ്ധമാണ്. പിന്നെങ്ങനെയാണ് ദുആഇന് ഇജാബത്തുണ്ടാവുക എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. അയൽവാസിയുടെ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ളതാകുന്ന സ്ഥലത്തിന്റെ ഉടമ സ്ഥലത്തില്ലാതിരിക്കുമ്പോൾ തന്നെ ഏക്കർ കണക്കിനുള്ള ഭൂമിയിലേക്ക്, പറമ്പിലേക്ക് ചെന്നുകൊണ്ട് സഹോദരിമാർ വീണ് കിടക്കുന്നതായ ഓലയെടുക്കുകയാണ്, കൊതുമ്പെടുക്കുകയാണ്. അവിടെ വീണ് കിടക്കുന്നതായ തേങ്ങ എടുക്കുകയാണ്, മോഷ്ടിച്ചുകൊണ്ട് പോവുകയാണ്. ഇത് മോഷണമാണ്, നിഷിദ്ധമാണ്. സാധനം കൊണ്ടുവന്ന് നല്ല തേങ്ങയൊക്കെ അരച്ച് നല്ല ഭർത്താവിന്റെ ചുണ്ട തേച്ചു കൊടുത്തു, മക്കളെ അണ്ണാക്കി തൊട്ടു കൊടുത്തു. മക്കളൊക്കെ വഴിവഴയ്ക്കാൻ വല്ലതും വേണം. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഉസ്താദെ, ഒരു തേങ്ങ അല്ലേ, ആർക്കും വേണ്ടാത്ത ഓലയിൽ നിന്ന് വീണത്, ഒരു ഓലയല്ലേ, തെങ്ങിൽ നിന്ന് വീണ ഓലയല്ലേ, കൊതുമ്പല്ലേ, ഒന്നുമില്ല, ഹിസാബുണ്ടാവും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതിന്റെ മുതലാളിയോട്, ഉടമസ്ഥനോട് എന്ത് ചോദിക്കണം? അനുവാദം വാങ്ങണം. ചിലർ അനുവാദം വാങ്ങും. എപ്പോഴാണെന്നറിയോ? ഈ മുതലാളി വണ്ടിയൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്, തേങ്ങ ഇടാനുള്ള ആളെയൊക്കെ വിളിച്ചോണ്ട് വരുമ്പോൾ മുതലാളിയോട് പറയാണ്, അതിനകത്ത് 2 തേങ്ങ കഴിഞ്ഞ ദിവസം വീണായിരുന്നു, ഞങ്ങൾ എടുത്തായിരുന്നത്. പറമ്പി മുഴുവൻ നോക്കിയിട്ട് പിന്നെ ഒറ്റ തേങ്ങയും ഇല്ല, തെങ്ങേരും ഇല്ല. തേങ്ങ ഇടാൻ വേണ്ടി ആളെയും വിളിച്ചോണ്ട് വന്നാ മൂപ്പര്. അങ്ങനെയുണ്ട്. കാരണം ഫുള്ള് സംഭവം വേണം, കേറിയിട്ടേക്കാണ് റാഹത്തായിട്ട്. അധികാരം അത്രത്തോളം കാണിക്കാൻ. നമ്മുടെയാണെന്നാ പറയുന്നത്, നമ്മുടെ പറമ്പാണ്. 1 ഏക്കർ ഭൂമിയുണ്ട്, അല്ലെങ്കിൽ 1/2 ഏക്കറുണ്ട്, അല്ലെങ്കിൽ 10 സെന്റ് ഉണ്ട്. അതിലൊരു 3 തെങ്ങുണ്ടെങ്കിൽ ആ 3 തെങ്ങയിലും മണ്ടയ്ക്കാണ് നമ്മളിരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? അതൊക്കെ നിർത്താറായില്ലേ? അതൊക്കെ നിർത്തിയിട്ട് പടച്ചറപ്പിനോട് തൗബ ചെയ്യുന്ന സഹോദരിമാരെ, നിസ്സാര വിഷയമല്ല. ഒരു തേങ്ങ അരച്ച കേസിനാണോ അതിനാണ് മനസ്സിലാക്കി തരുന്നത്. ഒരു അത്തിപ്പഴം കഴിച്ചതിന്റെ വിഷയത്തിൽ, അതും നല്ല വിശപ്പും ദാഹമുള്ള സമയത്ത് കഴിച്ചതിന്റെ വിഷയത്തിൽ മുതലാളിയെ കണ്ട് കിലോമീറ്ററുകളെ നടന്ന് അതിന്റെ ഉടമസ്ഥനെ കണ്ട് അദ്ദേഹത്തോട് പറയാണ്, ഞാൻ ഈ തോട്ടത്തിൽ പണിയെടുക്കാം. മുതലാളിയാകുന്ന സൂഫിവര്യനായ വ്യക്തി അദ്ദേഹം മനസ്സിലാക്കി, ഇവൻ നല്ല സ്വാലിഹായ മനുഷ്യനാണ്, ഇവനെപ്പോലെ ഒരു കുട്ടിയെ കാണാൻ കിട്ടൂല ഈ നാട്ടിൽ. അതുകൊണ്ട് തന്നെ ഒരു അത്തിപ്പഴം കഴിച്ചതിന്റെ വിഷയത്തിൽ എന്റെ അടുക്കൽ വന്നുകൊണ്ട് ക്ഷമാപണം നടത്തി അവനോട് പറഞ്ഞു, നീ എന്റെ തോട്ടത്തിൽ പണിയണമെന്ന് പറഞ്ഞു. ഇതിന് പകരമായിട്ട് അങ്ങനെ തോട്ടക്കാരനായി അവിടെ ജോലി ചെയ്യാൻ 1-2 ദിവസമല്ല, മാസങ്ങളല്ല, വർഷങ്ങൾ ഒറ്റ അത്തിപ്പഴത്തിന്റെ പേരിൽ ജോലി ചെയ്യാൻ. ബഹുമാനപ്പെട്ട അബൂ സാലിഹ് മൂസ ജംഗിരോസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുകയാണ്, വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സൂഫി വര്യനായ ഉസ്താദിന്റെ തിരുസവിധത്തിൽ ഞാൻ പല അറിവുകളും നേടുകയുണ്ടായി. എന്റെ സമയങ്ങൾ മുഴുവനും ഞാൻ ആത്മീയമാകുന്ന പ്രകാശനത്തിന് വേണ്ടി ചെലവഴിച്ചു. വിശുദ്ധമായ ഖുർആൻ പഠിച്ചു, ദീൻ പഠിച്ചു, കിതാബുകളെല്ലാം ഓതിപ്പഠിച്ചു. എന്റെ ശൈഖായി ബഹുമാനപ്പെട്ടവരെ ഞാൻ അംഗീകരിച്ചു. അബ്ദുല്ലാഹിബ്നു സൗമഈ റളിയല്ലാഹു അൻഹു എന്ന തോട്ടത്തിന്റെ മുതലാളി ഒരിക്കൽ എന്നെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, എന്റെ അന്ധയായ, ബധിരയായ, മൂഖയായ, കൈകാലുകൾക്ക് സ്വാധീന ശക്തിയില്ലാത്ത മകളെ നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരാൻ ഉദ്ദേശിക്കുന്നു. അന്ധയാണ്, 2 കണ്ണുകൾക്കും കാഴ്ചയില്ല, ബധിരയും മൂകയുമാണ്, സംസാരശേഷിയില്ല, കാതിന് കേൾവി ശക്തിയില്ല, 2 കൈയും കാലിനും സ്വാധീന ശക്തിയില്ല. പിന്നെ ഒന്നുകൂടിയുണ്ട്, വിരൂപിയാണ്, കറുത്ത് സാധനാണ്. എല്ലാം കൂടി കേട്ടപ്പോ നല്ല മനസ്സിന് കുളിർമ. എന്തിനാ ഇത് കൊടുക്കുന്നത്? അത്തിപ്പഴം കഴിച്ചതിന്റെ ശിക്ഷയാണോ? ബഹുമാനപ്പെട്ടതാകുന്ന അബൂ സാലിഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ശരി, ഞാൻ അംഗീകരിച്ചു. ഒന്ന് ചിന്തിക്കണേ എന്റെ പ്രിയപ്പെട്ടതാകുന്ന ഉയരുള്ള സഹോദരിമാരെ, സഹോദരങ്ങളെ, എത്ര വലിയ മനസ്സിന്റെ ഉടമയാണ്.
സൗന്ദര്യമുള്ള സ്ത്രീകളെ തേടിപ്പോടുന്ന ആധുനിക ചെറുപ്പക്കാര് മനസ്സിലാക്കണം, നല്ല കുടുംബ പശ്ചാത്തലമുള്ള പെണ്ണുങ്ങളെ മാത്രം ലൈനടിക്കാൻ താല്പര്യം വെക്കുന്ന യുവാക്കൾ അറിയണം. അത്തരത്തിലുള്ള സഹോദരിമാരുടെ പിറകെ നടക്കുന്ന ചെറുപ്പക്കാരറിയണേ, അബൂ സാലിഹ് റളിയല്ലാഹു അൻഹു താല്പര്യപൂർവ്വം പറയുന്നു, ഞാൻ വിവാഹം ചെയ്തുകൊള്ളാം, ഞാൻ കഴിച്ചുകൊള്ളാം, വിവാഹം കഴിക്കാം. അവസാനം വിവാഹം നടന്ന് കുത്തൊന്നുമില്ല. നേരെ വാപ്പന്ത് ചെയ്തു, കൈക്ക് പിടിച്ചിട്ട് ഫാത്തിമ എന്ന മകളാണ് ബഹുമാനപ്പെട്ടവരുടെ മകൾ, അവരെ വിവാഹം ചെയ്തു കൊടുക്കുന്നു. എപ്പം നടന്ന സംഭവമാണ്? നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന. അവൾ അന്ധയാണെന്നാണ് എന്നോട് പറഞ്ഞത്, പക്ഷേ 2 കണ്ണുകൾക്കും കാഴ്ചയുള്ളവളാണ്. ബദിരയും മോഹയും എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നാവിന് സംസാര വൈഭവമുണ്ട്, കാതുകൾക്ക് കേൾവി ശക്തിയുണ്ട്, അംഗവൈകല്യം സംഭവിച്ചവളാണ്, പിന്നെ ശേഷിക്കാരിയാണെന്നാണ് പറഞ്ഞത്. പക്ഷെ ഒരു പ്രശ്നവും അവൾക്കില്ല, കൈകാലുകൾക്ക് സ്വാധീന ശക്തിയും ഉള്ളവളാണ്. ഉടനെ ഉസ്താദാകുന്ന ശൈഖാകുന്ന ഭാര്യയുടെ പിതാവ് പറയുകയാണ്, തോട്ടത്തിന്റെ മുതലാളിയായ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി സൗമി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിന്നെ ഞാനൊന്ന് പരീക്ഷിച്ചതാണ്. എന്റെ പ്രിയപ്പെട്ട മകള് വിരൂപിയാണെന്ന് ഞാൻ പറയാനുള്ള കാരണം, അവൾ ഇന്ന് വരെ മോശമായ രീതിയിൽ അവളുടെ ശരീരം കൊണ്ടുപോയിട്ടില്ല. അവൾ അതിസുന്ദരിയാണ്. അവളുടെ ഹൃദയം കൊണ്ട് ഹറാമായത് ചിന്തിച്ചിട്ടില്ല. അവളുടെ കണ്ണുകൊണ്ട് ഹറാമായ തലത്തിലേക്ക് ഇന്ന് വരെ നോക്കാത്തതായ പെണ്ണാണ്. കണ്ണുകൊണ്ട് ഹറാമ് കാണാത്ത, കാതുകൊണ്ട് ഹറാമ് കേൾക്കാത്ത, നാവ് കൊണ്ട് ഹറാമ് സംസാരിക്കാത്ത, കൈകൾ കൊണ്ട് ഹറാമിലേക്ക് പിടിക്കാത്ത, കാലുകൾ കൊണ്ട് ഹറാമായ തലത്തിലേക്ക് പോകാത്ത, ഒരു കറാഹത്ത് പോലും ചെയ്യാത്തതായ മകളാണ്. സാലിഹത്തായ പൊന്നുമോളാണ്. എന്റെ പൊന്നുമോള് ഫാത്തിമ, അവളെയാണ് നിങ്ങൾക്ക് ഞാൻ നൽകുന്നത്. എന്തുകൊണ്ടെന്നറിയുമോ? എന്റെ മകൾക്ക് നല്ല ഒരു സാലിഹായ വരണം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ പടച്ച റബ്ബിനോട് ദുആ ചെയ്യാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി അൽഹംദുലില്ലാ. അപ്പോഴാണ് ഒരു അത്തിപ്പഴം കരിച്ചതിന്റെ കഥ പറഞ്ഞുകൊണ്ട് എന്റെ വീട്ടുമുറ്റത്ത് വന്നുകൊണ്ട് സങ്കടം പറഞ്ഞ നിങ്ങളെ പോലെ നല്ല ഒരു മനുഷ്യനെ ഇനി കാണാനില്ല. ഞാൻ എന്റെ തോട്ടത്തിൽ ജോലി ചെയ്യാൻ പറഞ്ഞു. മടിയില്ലാതെ മാസങ്ങളായി വർഷങ്ങളായി ഒരടിമയെ പോലെ ഉടമസ്ഥനാകുന്ന എന്റെ മുന്നിൽ കടന്നുകൊണ്ട് ജോലി ചെയ്യുന്ന നിനക്ക്, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ നിനക്ക് ഞാൻ സമ്മാനിക്കുകയാണ്. അവൾക്കുള്ള ഏറ്റവും നല്ല വരം നീ തന്നെയാണ്. നിന്റെ കൂടെ അവൾ ജീവിച്ചാൽ ഒരിക്കലും മോശമാകുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി സൗമഈ റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട മകളെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ആരാണ് ഈ മകൾ? ആരാണ് ഈ വന്നു ചേർന്ന അബൂ സാലിഹ് റളിയല്ലാഹു അൻഹു? പഠിക്കണം നമ്മൾ. ആരാണ് സംസാരിക്കുന്ന? അവിടെ ശരിയെ പിടിച്ചെടുക്കും കേട്ടോ. പാട്ട് പഠിക്കൂടെ? പാലാപ്പള്ളി അറിയോ? അത് പാട്ട് അവിടെ പാടാൻ പോകും. ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ആമീൻ പറയും. അതൊക്കെ പറയും അനങ്ങായിരിക്കുക. അല്ലാഹു നമുക്ക് കുറച്ച് കാശ് തരട്ടെ. ആമീൻ. മക്കള് സാലിഹാണോ എന്നൊക്കെ അനങ്ങുക. അതൊക്കെ നമ്മുടെ അവസ്ഥ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കണേ. ആരാണ് ഈ വാപ്പയും ആരാണ് ഈ ഭാര്യയും? അബൂ സാലിഹ് മൂസ റളിയല്ലാഹു അൻഹു ആരാണ്? അബ്ദുല്ലാഹി സൗമഈ റളിയല്ലാഹു അൻഹു എന്ന ഈ ഭാര്യയുടെ പിതാവ് ആരാണ്? ഇത് 2 മുത്തുനബിയുടെ പേരക്കുട്ടികളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിക്കും ശ്രദ്ധിക്കണം, നല്ലതുപോലെ ശ്രദ്ധിക്ക്. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ടവര് 2 പേരും ജീവിച്ചു പോകവേ അവർക്കിടയിൽ ദാമ്പത്യ ജീവിതത്തിൽ 60 വയസ്സുള്ളതാകുന്ന സന്ദർഭത്തിൽ അബൂ സാലിഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായി വന്ന ഫാത്തിമയ്ക്ക് 60 വയസ്സുള്ള സമയത്ത്, ഭാര്യയ്ക്ക് 60 വയസ്സുള്ള സമയത്ത് ഒരു കുഞ്ഞ് ജനിക്കുന്നു. ജീലാൻ എന്ന പ്രദേശത്താണ് ജനനം. ബഹുമാനപ്പെട്ടതാകുന്ന അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അല്ലാഹ്. ആള് വന്നു, കഥാനായകൻ വന്ന്. ആരാണത്? അങ്ങോട്ട് നോക്കാതെ ഇവിടെ വന്നെന്ന്. ആര്? മൊയ്തീൻ ശേഖർ റളിയല്ലാഹുവിന്റെ കാര്യം പറയുന്നത്. തിരിഞ്ഞു നോക്കുക. ഇവിടെ ശ്രദ്ധിക്കുക. മൊയ്തീൻ ശേഖർ റളിയല്ലാഹു അൻഹു എത്തിയിട്ടുണ്ട്. ആർക്കാണ് ജനിച്ചത്? ഈ പറഞ്ഞ വാപ്പാക്കും ഉമ്മാക്കും. ഏത് വാപ്പായും ഉമ്മായത്? ഒരു അത്തിപ്പഴം കരിച്ചതിന്റെ പേരിൽ അതിന്റെ മുതലാളിയെ പേടി ക്ഷമാപണം നടത്താൻ പോയി വന്ന പ്രിയപ്പെട്ട പിതാവ്.
ആ വാപ്പ അവസാനം ആ ഉടമസ്ഥന്റേതാകുന്ന മകൾ, സാലിഹത്തായ മകൾ, കണ്ണുകൊണ്ട് ഹറാമ് കാണാത്ത, കാതുകൊണ്ട് ഹറാമ് കേൾക്കാത്ത, നാവ് കൊണ്ട് ഹറാം ഇന്ന് വരെ സംസാരിക്കാത്ത, കൈകാലുകൾ കൊണ്ട് ഇന്ന് വരെ ഹറാമിന്റെ തീരത്തേക്ക് അടുക്കുക പോലും ചെയ്യാത്ത ഒരു സാലിഹത്തായ ഒരു മകളെയാണ് അദ്ദേഹത്തിന് വൈവാഹിക ജീവിതത്തിലേക്ക് കിട്ടിയത്, ഭാര്യയായി ലഭിച്ചത്. അവരിലുണ്ടായ കുസുമമാണ് ആര്? ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു. വാപ്പായും ഉമ്മായും എന്താകണം? സാലിഹാവണം. എങ്കിലേ മക്കളും എന്താവുള്ളൂ? സാലിഹാവുള്ളൂ. അതൊരു ഘടകമാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത് നമ്മൾ റോഡിൽ കിടക്കുന്ന പേഴ്സ് എടുത്തിട്ട് ആദ്യം തുറന്നു നോക്കുക, അതിനകത്ത് വല്ല കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നാണ്. ഉണ്ടെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പേഴ്സും കൂടെ അങ്ങ് വിഴുങ്ങുക, പേഴ്സും കൂടെ അങ്ങ് ഇലാഹ നിർത്തിയ നെഞ്ചത്തോട്ട് വെച്ച് കൂട്ടിയേക്കും, പുറത്ത് കാണിക്കത്തില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹു മലക്കാക്കട്ടെ. ഇല്ലെങ്കിലോ ഭയങ്കര പരസ്യം ചെയ്യില്ല, പള്ളിക്കുറ്റി കൊണ്ടിട്ടേക്കാണ്. അതെ ഒരു സാധനം കളഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ, അതിനകത്ത് 10 രൂപയേ ഉള്ളൂ. 10 രൂപ ഒരു പാൻപരാഗിന്റെ പാക്കറ്റ്. ആ പാൻപരാഗിന്റെ പാക്കറ്റ് ചുണ്ടിനടി കൊണ്ട് വെച്ചിട്ട് ഇതുകൊണ്ട് കൊടുത്തേക്കും. അള്ളാഹു മലക്കാക്കട്ടെ. അതുകൊണ്ട് എന്തായി, മക്കൾ അതിനേക്കാൾ വലിയ സാധനങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുന്ന, നല്ല കിക്ക് വരുന്ന ഐറ്റം വിട്ടുകൊണ്ടായിരിക്കുന്നു. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ശ്രദ്ധിക്ക് ശരിക്ക്. അതുപോലെ ഒരു ഉമ്മമാര് ശ്രദ്ധിക്ക്. നമ്മുടെ ജീവിതത്തിൽ സംശുദ്ധത കൈവരണം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലായിരിക്കണം, ഹറാമായത് കഴിക്കാൻ പാടില്ല. മഴ വരുന്നുണ്ടോ? ഉണ്ടോ? ചെറുതായിട്ട്. അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന. നിങ്ങളൊന്ന് വരുമ്പോ നല്ല മഴയായിരുന്നു വരുന്ന വഴിക്കൊക്കെ. ഞാൻ ചിന്തിച്ച് ഇനിയിപ്പോ അവന്മാരിതെല്ലാം മൂടി പൊതച്ച് ഇതിനിപ്പോ പുതപ്പെട്ട് കൊടുക്കും ബോക്സിന്, പിന്നെ ഒന്നും കേൾക്കാൻ പറ്റത്തില്ല. അതോടുകൂടി കഴിഞ്ഞ് കേട്ടാ, ബോക്സിന് പുതപ്പെട്ടാൻ തുടങ്ങി. എല്ലാരും അതിനകത്തൊന്ന് അടുത്തടുത്തിരുന്നു, നല്ല റാഹത്തായിട്ട്. ഉറങ്ങിപ്പോവല്ലേ? കേൾക്കണേ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനിയിപ്പോ ബോക്സൊക്കെ മൂടിയിടുന്നതുകൊണ്ട് ഒന്നും കേൾക്കൂല, അങ്ങനെ ഒരു വിഷയമുണ്ട്. ഞാൻ മാത്രം കേൾക്കും, വേറെയുള്ളവരാരും കേൾക്കൂല. اللهم حوالينا ولا علينا، اللهم حوالينا ولا علينا، اللهم أنزل المطر حوالينا ولا علينا بحق سيدنا محمد صلى الله عليه وسلم وآل سيدنا محمد صلى الله عليه وسلم وأزواج سيدنا محمد صلى الله عليه وسلم وأولاد سيدنا محمد صلى الله عليه وسلم وذريات سيدنا محمد صلى الله عليه وسلم وبحق عبد القادر الجيلاني قدس الله سره العزيز. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അള്ളാഹ് ഇപ്പൊ കേൾക്കുന്നുണ്ടോ? അല്ലേ? അനക്കമില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ ആരും അനക്കമില്ല. നാമത് ഇച്ചിരി അകന്നുപോയി, കുറെ ദൂരം നമ്മൾ തമ്മിൽ. അല്ലേ? ലൈവ് ചെയ്യുന്ന ഹാജിയാരെ ഷാനവാസ് ശരിയല്ലേ? ഹാജിയാരെ കേട്ടോ, 5 കൊല്ലം കഴിയുമ്പോൾ പോവും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് തന്നെ ഇച്ചിരി ദൂരെ കൂടുതലുണ്ട്. ഇപ്പൊ മൂടിയും കൂടെ ഇട്ടാൽ ഒന്നും മനസ്സിലാവൂല. ചിലപ്പോ തിരിയുന്നുണ്ടോ നിങ്ങൾക്ക്? എന്തായാലും മഴ മാറാൻ എല്ലാവരും ദുആ ചെയ്യ്. അള്ളാഹു എല്ലാം റാഹത്താക്കട്ടെ. മഴയൊക്കെ ദൂരെയുള്ള പർവ്വത നിരകളിലേക്ക് അള്ളാഹു മാറ്റി നമുക്കൊക്കെ അള്ളാഹു സമാധാന അന്തരീക്ഷം നൽകി അനുഗ്രഹിക്കട്ടെ. അനുകൂലമായ സാഹചര്യങ്ങൾ അള്ളാഹു നസീബാക്കട്ടെ. അങ്ങോട്ട് വരുന്ന വഴിക്കൊക്കെ നല്ല മഴയാണ്. അപ്പോൾ ഓർത്തു, പടച്ചവനെ ഇവിടെ മഴ പെയ്താൽ എന്താകും സ്ഥിതി? അള്ളാഹു പടച്ചവനെ. ഇവിടെ ശ്രദ്ധിക്കുക. എന്തായാലും എല്ലാവരും എത്തിപ്പെട്ടല്ലേ, ഇനിയിപ്പോൾ ആരും ഓടാൻ പറ്റൂല. അങ്ങനൊരു ഗുണമുണ്ട്. കേൾക്കുന്നുണ്ട? മതി. അള്ളാഹു കബൂലാക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. മഴ പെയ്യാതെ ഒന്നും ഒതുങ്ങിയിരുന്നോണേ, റാഹത്തായിട്ടിരിക്കുക എല്ലാവരും. ഈ 2 കൂട്ടരും, വാപ്പയും ഉമ്മയും, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ വാപ്പയാകുന്ന അബൂ സാലിഹ് റളിയല്ലാഹുവിനും ഉമ്മയാകുന്ന ഫാത്തിമ, ഉമ്മുൽ ഖൈർ ഫാത്തിമ എന്നായിരുന്നു ചരിത്രത്തിൽ അവരെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ഉമ്മുൽ ഖൈർ ഫാത്തിമ, എല്ലാ സൽഗുണങ്ങളുടെയും മാതാവായിരുന്നു ഫാത്തിമ റളിയല്ലാഹു അൻഹ. മുത്തുനബിയുടെ മകൾ ഫാത്തിമ അല്ല ഇത്.
മുഹ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹുവിന്റെ ഉമ്മയാകുന്ന ഫാത്തിമ. ശരിക്കും ശ്രദ്ധിക്കണേ, ആരാണ് മുഹ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അവരുടെ ചരിത്രമൊന്ന് ഹ്രസ്വമായി പറയാൻ, ഒരുപാട് നീട്ടുന്നൊന്നുമില്ല, ചുരുക്കി പറയാൻ. ശരിക്കും കേട്ടു. ഈ വാപ്പയും ഉമ്മയും രണ്ടുപേരും നിസാരക്കാരല്ല, രണ്ടുപേരും മുത്തുനബിയുടെ പേരക്കുട്ടികളാണ്. അബൂ സാലിഹ് റളിയല്ലാഹു അൻഹു എന്ന മുത്തുനബിയുടെ പ്രിയപ്പെട്ട പിതാവിന്റെ പരമ്പര പോയി നിൽക്കുക. വാപ്പ വല്ലിപ്പ അങ്ങനെ നേരെ ചെന്ന് നിൽക്കുന്നത് ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന മകളായ ഫാത്തിമ ബീവിയുടെ മകനായ ആദ്യ മകനായ ഹസൻ റളിയല്ലാഹു അൻഹുവിലേക്കാണ്. ശരിക്കും ശ്രദ്ധിക്കണേ, ഫാത്തിമ ബീവിയുടെ ആദ്യ മകനായ ഹസൻ റളിയല്ലാഹു അൻഹുവിലേക്കാണ് വാപ്പയുടെ പരമ്പര പോയി നിൽക്കുക. നേരെ കണക്ഷൻ അങ്ങനെയാണ്. ഹസൻ റളിയല്ലാഹുവിന്റെ മകൻ അങ്ങനെ പരമ്പര വരുന്നു, നേരെ വന്ന് ആരിലേക്ക് വരും? ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹുവിന്റെ ഉപ്പയാകുന്ന അബൂ സാലിഹ് മൂസ ജംഗീദോസ് റളിയല്ലാഹുവിലേക്ക് ചെന്ന് ചേരും. അഥവാ നബിതങ്ങളുടെ പേരക്കുട്ടിയാണെന്നർത്ഥം. ഉമ്മയാകുന്ന ഉമ്മുൽ ഖൈർ ഫാത്തിമയുടേതാകുന്ന പരമ്പരയും പോയി നിൽക്കുന്നത് മുത്തുനബിയുടെ മകളാകുന്ന ഫാത്തിമ ബിയുടെ രണ്ടാമത്തെ മകനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്കാണ് ഉമ്മയുടെ പരമ്പര ചെന്ന് നിൽക്കുന്നത്. അപ്പൊ വാപ്പ വഴിയും ഉമ്മ വഴിയും നേരെ ബന്ധം ആരിലേക്കാണ്? മുത്തുനബിയിലേക്കാണ്. ശരിക്കും മനസ്സിലാക്കണേ, ശ്രദ്ധിക്കണേ. ശരിക്കും വാപ്പ വഴിയും ഉമ്മ വഴിയും ബന്ധം മുത്തുനബിയിലേക്കാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയാണ് എന്നർത്ഥമാര് മുഹ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു. ഒരു സാധാ വലിയ മാത്രമല്ല, ഔലിയാക്കളുടെ നേതാവ് എന്നുള്ള ഒരു പരിഗണന മാത്രമല്ല കൊടുക്കേണ്ടത്, പിന്നെ ആര് കൂടിയാണ്? സയ്യിദ് കൂടിയാണ്, മുത്തുനബിയുടെ പേരക്കുട്ടിയാണ്, തങ്ങളാണ് ബഹുമാനപ്പെട്ടതാകുന്ന മുഹ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു. മനസ്സിലാക്കണം. അതും ഒരു സാധാ രീതിയിലല്ല, ഏതെങ്കിലും ഒരു വഴിയിൽ, വാപ്പ വഴിയോ ഉമ്മ വഴിയിലായാലും മതി. പക്ഷെ ഇതങ്ങനെയല്ല, രണ്ടു കൂട്ടരിലും, വാപ്പ വഴിയും ഉമ്മ വഴിയും രണ്ടു കൂട്ടരിലും മുത്തുനബിയുടെ പരമ്പരയിലേക്ക് എത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ മഹത്വം ഒന്നുകൂടി കൂടുകയാണ്, നിസാരനല്ല എന്നർത്ഥം. അള്ളാഹു അവരുടെയൊക്കെ പൊരുത്തം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മുഹ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി. ശരിക്കും ശ്രദ്ധിക്കണേ. പിന്നീട് വളർത്തുന്നത് ഉമ്മയാകുന്ന മഹദിയാകുന്ന ഉമ്മുൽ ഖൈർ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയാണ്. ആ ഫാത്തിമ ബീവിയുടെ ശിക്ഷണത്തിൽ വളരുന്നതാകുന്ന മുഹ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു ആത്മീയപരമാകുന്ന അറിവ് പഠിക്കാൻ വേണ്ടി വാപ്പ അനന്തരമാക്കി വെച്ചതായ ഒരു ഭൂമിയുണ്ട്. ആ ഭൂമി വിൽക്കുകയാണ്. ഉമ്മ വിൽറ്റു. നല്ലൊരു സമ്പാദ്യം അതിൽ നിന്ന് കിട്ടി. 80 സ്വർണ്ണ നാണയത്തിനാണ് ഭൂമി വിറ്റത്. മുഹ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു ഒരു ജ്യേഷ്ഠ സഹോദരനുണ്ട്. അദ്ദേഹത്തിന് 40 സ്വർണ്ണ നാണയം ഉമ്മ കൊടുത്തു. ബാക്കിയുള്ള 40 സ്വർണ്ണ നാണയം മുഹ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു കൊടുത്തു. ആ 40ന്റെ കഥയും ചരിത്രവുമാണ് നമ്മൾ പലപ്പോഴും മുഹ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹുവിന്റെ ആണ്ട് വരുമ്പോ സമുന്നതരായ നമ്മുടെ ഉസ്താദുമാരിൽ നിന്ന് നമ്മൾ കേൾക്കാറുള്ളത്, അല്ലെ? ആ 40 സ്വർണ്ണ നാണയം എന്ത് ചെയ്തിട്ടുണ്ട് ഉമ്മ? കുപ്പായത്തിന്റെ താഴ്ഭാഗത്തായി ഒളിപ്പിച്ചുകൊണ്ട് തുന്നിച്ചേർത്ത് വെച്ചു. ഒളിപ്പിച്ചു വെക്കാണ്ട്, എന്നിട്ട് ആരും കാണാതിരിക്കാൻ. കാരണം 18 വയസ്സുള്ള മകനാണ്. വിദൂരതയിൽ ഹിജറ 470-ലാണ് ആര് ജനിക്കുന്നത്? മുഹ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. ശരിക്കും ശ്രദ്ധിക്കണേ. ഇടയ്ക്ക് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ഉസ്താദെ മഴയായിരുന്നു, കേട്ടില്ല എന്നൊന്നും പറയല്ലേ. ഞാൻ പറയാം, ആ നീല ഷർട്ട് എന്നിട്ട് പറയാൻ പറയും, പിന്നെ ആകെ പെട്ടുപോയല്ലേ. അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിച്ചോ. അള്ളാഹു നമുക്ക് നാഫിയ ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ. ഹിജറ 470-ലാണ് ആര് ജനിക്കുന്നത്? മുഹ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു ജനിക്കുന്നത്. 18 വർഷം കഴിഞ്ഞപ്പോ, അഥവാ ഹിജറ 488-ലാണ് ബഗ്ദാദിന്റെ മണ്ണിലേക്ക് ഉമ്മയുടെ നിർദ്ദേശപ്രകാരം ഇൽമ പഠിക്കാൻ പോകുന്നത്, അറിവ് പഠിക്കാൻ പോകുന്നത്. എന്തിനാ ഇത് പറയുന്നതെന്നറിയോ? ഒന്ന്, നമ്മുടെ പള്ളിയുടെ പേര് തന്നെ മുഹയ്യിദ്ദീൻ എന്നാണ്. പള്ളിയുടെ പേരെന്താ? മുഹയ്യിദ്ദീൻ. ആ പള്ളി മദ്രസയിലാണ് നമ്മൾ വർഷങ്ങളായിട്ട് മദ്രസയിൽ പഠിക്കുന്നത്. നമ്മളും പഠിക്കും, നമ്മുടെ മക്കളും. 100-200ഓളം കുട്ടികൾ ആ മദ്രസയിൽ പഠിക്കുന്നുണ്ട്. മാത്രമല്ല, ജീലാനി അനുസ്മരണത്തിന്റെ പേരിലാണ് നമ്മൾ ഈ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആരാണ് മുഹയ്യിദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു എന്നുള്ളത് നമ്മൾ മറ്റുള്ളവരെക്കാൾ കൂടുതൽ പഠിക്കണം. അവരുടെ ആണ്ട് കഴിക്കുകയും അതിന്റെ ചോറ് വാങ്ങി കഴിക്കുകയും ചെയ്യുന്ന നമ്മെ സംബന്ധിച്ച് ആരാണ് മുഹയ്യിദ്ദീൻ ഷേഖ് എന്നുള്ളത് പഠിക്കണ്ടേ? അതൊന്നും അറിയാതെ ചുമ്മാ ചോറും വാങ്ങിച്ച്, ഇന്ന് ജീലാനി ദിനമായിരുന്നു, നല്ല റാഹത്തായിട്ട് ചോറിന് ഇച്ചിരി കൂടെ ഉപ്പ് വേണമെന്ന് പറഞ്ഞ് അടിച്ച് മിന്നിയിട്ട് ടാറ്റ കൊടുത്ത് പോവാണ്. മുഹയ്യിദ്ദീൻ ഷേഖ് ആരാന്ന് ചോദിച്ചപ്പോൾ അറിയാൻ മേല. ഏതോ ഒരു മനുഷ്യനാണ് അവർ. അങ്ങനെ ആകാൻ പാടില്ല. നമ്മൾ ഇന്നു പോലെ എന്ത് ചെയ്യണം? പഠിച്ചിട്ട് പോകണം. ഇവിടെ അങ്ങോട്ട് പഠിക്കാം, മനസ്സിൽ തറപ്പിച്ച് പഠിക്കാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.
അതുകൊണ്ടാണ് ശരിക്കത് ഞാൻ പതുക്കെ നിർത്തി പറയുന്നത്, നിങ്ങളുടെ ഹൃദയത്തിൽ പതിയാൻ വേണ്ടിയിട്ടാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ എല്ലാവരും? പുരുഷന്മാരൊക്കെ ഒന്ന് 2 കൈ ഉയർത്തിക്ക്, എല്ലാവരും 2 കൈ. എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയാന്? ഇപ്പോഴും കൈ ഉയർത്താത്ത ആൾക്കാരാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. മതി, ഒന്നുമില്ല എന്റെ പൊന്നുവനെ, പൊതിയൊന്നുമില്ല, വീണ്ടും പൊക്കിക്കൊണ്ടിരിക്കുക. അല്ലാഹു കബൂലാക്കട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. ഇവിടെ ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. അതുകൊണ്ട് നല്ലതുപോലെ പഠിക്കേണ്ട ഒരു വിഷയമാണിത്. ശരിക്കും ശ്രദ്ധിച്ചോ. 488 ബഗ്ദാദിന്റെ മണ്ണിലേക്ക് പോയി ഇൽമു പഠിക്കാൻ വേണ്ടി പോയി. ആ പോക്കിലാണ് കൊള്ളസംഘം ബഹുമാനപ്പെട്ടവരടക്കമുള്ളവരെ പിടിക്കുവിടുന്നത്. ആ കൊള്ളസംഘം വന്നുകൊണ്ട് ശരീരമാസകലം പരിശോധിച്ചു. പക്ഷെ മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ വളരെ ഒളിപ്പിച്ച് ഭവ്യതയോടുകൂടി തുന്നിച്ചേർത്ത് വെച്ചതാകുന്ന ആ സാധനം കാണാൻ കഴിഞ്ഞില്ല. 40 സ്വർണ്ണ നാണയമുണ്ട്. ഏതാണ് ഈ സ്വർണ്ണ നാണയം? തനിക്ക് കിട്ടിയതാകുന്ന അനന്തര സ്വത്ത്, വാപ്പയുടേതാകുന്ന അനന്തര സ്വത്ത് ഭൂമി വിറ്റിട്ട് അത് 40 സ്വർണ്ണ നാണയം ജ്യേഷ്ഠനും കൊടുത്തു, 40 ബാക്കിയുള്ളത് അനുജനാകുന്ന മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഉമ്മ നൽകിയതാണ്. അവസാനം കൊള്ളസംഘത്തിന്റെ തലവൻ ചോദിച്ചു, നിന്റെ കയ്യിൽ വല്ലതും ഉണ്ടോടാ? അപ്പോ ഈ ചെറുപ്പക്കാരനായ 18 വയസ്സുള്ളതാകുന്ന സൗമ്യനാകുന്ന യുവാവാകുന്ന മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അബ്ദുൽ ഖാദർ എന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, അത്രേ ഉണ്ട്, എന്റെ കയ്യിലുണ്ട്, ദാ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് കുപ്പായത്തിൻ്റെതാകുന്ന അകത്ത് തുന്നിച്ചേർത്ത് വെച്ചതാകുന്ന 40 സ്വർണ്ണ നാണയം കാണിച്ചു കൊടുക്കുക. അത്ഭുതം കൂറി. കാരണം ശത്രുക്കൾ അത്ഭുതം കൂറി. കൊള്ളസംഘം വല്ലാതെ ആശ്ചര്യപ്പെട്ടു. കാരണം ഇല്ല എന്ന് പറഞ്ഞാൽ തന്നെ വെറുതെ വിടും, ഉറപ്പാണ്. അങ്ങനെ ഇരിക്കവേ ഉണ്ട് എന്ന് പറയുകയും അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തത് എന്തിനാണെന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ ഉമ്മ എന്നെ പഠിക്കാൻ വിട്ടപ്പോൾ ആകെ എനിക്ക് എന്റെ കാതിൽ പറഞ്ഞ ഒരു ഉപദേശം, എന്റെ പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞത്, 78 വയസ്സുള്ള എന്റെ ഉമ്മ എന്നെ പഠിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടപ്പോൾ എന്റെ കാതിൽ മൊഴിഞ്ഞത്, എന്റെ പ്രിയപ്പെട്ട മകനെ, നീ ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയരുതെന്നതാണ്. 60-ാമത്തെ വയസ്സിൽ എന്നെ പ്രസവിക്കപ്പെട്ട ഉമ്മയുടെ 78-ാമത്തെ വയസ്സിലും എനിക്ക് 18 വയസ്സായപ്പോഴും എന്നെ ഈ ബഗ്ദാദിന്റെ മണ്ണിലേക്ക് പറഞ്ഞു വിട്ടപ്പോൾ ആകെ നൽകിയ ഉപദേശം ഞാൻ പാലിക്കണ്ടേ? ആ ഉമ്മ നൽകിയ ഉപദേശം കളവ് പറയരുതെന്ന ഉപദേശമാണ് ഞാൻ പാലിച്ചിട്ടുള്ളത്, മറ്റൊന്നുമല്ല എന്ന് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുകയും, സഹോദരങ്ങളെ, ആ ഒരൊറ്റ വാക്ക് ഹൃദയത്തിൽ വല്ലാതെ സ്പാർക്കായി. ആ കൊള്ളത്തലവൻ അടക്കം അദ്ദേഹത്തോടൊപ്പം വന്നിട്ടുള്ള എല്ലാ കൊള്ള സംഘങ്ങളും മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കൈക്ക് പിടിച്ചുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ഷഹാദത്ത് കലിമ ചൊല്ലി വിശുദ്ധമായ ഇസ്ലാമിന്റെ ശാദ്വല തീരമണിഞ്ഞു എന്ന് ചരിത്രം രേഖപ്പെടുത്തുക. പഠിക്കണം. നമ്മൾ 18 വയസ്സുള്ളതാകുന്ന ഒരു കുട്ടി മുഖേന ആളുകൾ ഷഹാദത്ത് കലിമ ചൊല്ലി വിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. നമ്മളോ 40, 50, 60, 70 കൊല്ലമായി ഈ ദുനിയാവിൽ ജീവിക്കുന്നു. സ്വന്തം മക്കൾ പോലും നിരീശ്വരവാദത്തിലേക്കും യുക്തിവാദത്തിലേക്കും പോകുകയാണ്. വാപ്പയുടെയും ഉമ്മയുടെയും നീചമായ സ്വഭാവം കാരണം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അല്ലെ, മുസ്ലിം സമുദായത്തിൽ തന്നെ നമുക്ക് പിറന്നതാകുന്ന, മുസ്ലിമായി പിറന്നതാകുന്ന, ജനിച്ചു വളർന്ന മക്കൾ പോലും നമ്മുടെ കള്ളത്തരങ്ങളും നമ്മുടെ പൊള്ളത്തരങ്ങളും നമ്മുടെ വ്യാജമാകുന്ന ശൈലിയും കണ്ട് മക്കൾ തന്നെ പിഴച്ചു പോകുന്ന കാലഘട്ടം. കള്ളും കഞ്ചാവിനും അടിമപ്പെടുക മാത്രമല്ല, മോശമാകുന്ന പ്രവണതയിലേക്ക് ശരീരത്തിന്റെ അവയവങ്ങളെ കൊണ്ടുപോവുകയും അല്ല ഇല്ല എന്ന് പറയുന്ന നിരീശ്വരവാദത്തിലേക്കും യുക്തിവാദത്തിലേക്കും മതനിരാസത്തിലേക്കുമൊക്കെ നമ്മുടെ മക്കൾ മാറി ചിന്തിക്കുന്ന ഘട്ടമാണ്. ആരുടെ പ്രവർത്തനം മൂലം? രക്ഷിതാക്കളാകുന്ന നമ്മുടെ പ്രവർത്തനം മൂലം. നമ്മൾ അതുകൊണ്ട് തന്നെ ഒരു മാറ്റം അനിവാര്യമാണ്. ചിന്തിക്കണം. ഒരാള് പോലും നമ്മുടെ സ്വഭാവം കൊണ്ട് ദീനിൽ വന്നിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. ഒരാൾ പോലും ദീനിൽ വന്നിട്ടില്ല. ദീനിലുള്ളവർ തന്നെ പുറത്തോട്ട് പോകാൻ നിൽക്കണം. എന്താ കാരണം? നമ്മൾ തന്നെ ചെറുപ്പം മുതലേ കളവ് പഠിപ്പിച്ച് ശീലിക്കുക. അല്ലേ? മദ്രസയിൽ 3 ദിവസം വന്നില്ല, 3 ദിവസം വരാതിരുന്ന് ഇവൻ കറങ്ങാൻ പോയതാണ്, ടൂർ പോയതാണ്, മൂന്നാറിലേക്ക് പോയതാണ്. എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോയിട്ട് അവസാനം തിരിച്ചു വരുന്നതാകുന്ന മകൻ മദ്രസയിൽ പോകാത്തതിന്റെ വിഷയത്തിൽ ഉമ്മയോട് എക്സ്ക്യൂസ് പറയുമ്പോ എഴുതിക്കൊണ്ടുവരാൻ ഉസ്താദ് നിർദ്ദേശിച്ചതാകുന്ന ആ പേപ്പറിൽ കൃത്യമായി അടയാളപ്പെടുത്താണ് മക്കൾ. എന്ത്? വാപ്പയെ കൊണ്ടല്ലെങ്കിൽ ഉമ്മ തന്നെ എഴുതി കൊടുക്കണം, എന്റെ മകന് കഴിഞ്ഞ 3 ദിവസമായിട്ട് തീരെ സുഖമില്ലായിരുന്നു, പനിയായിരുന്നു, മകൾക്ക് ഛർദിയിലായിരുന്നു. ആരാ എഴുതി വിടുന്നത്? ഒരു പ്രശ്നവുമില്ലാത്ത മകനെക്കുറിച്ച്, മകളെക്കുറിച്ച് വാപ്പ തന്നെ എഴുതി വിടുകയാണ്. കാരണം ഉസ്താദിന്റെ അടുക്കൽ നിന്ന് ഒരു ചെറിയ അടി കിട്ടും, ആ അടി എങ്ങനെയെങ്കിലും ഒഴിവാകാൻ വേണ്ടി എഴുതി വിടുക. ഈ രീതിയിലെ കളവ് പ്രചരിപ്പിക്കുന്നതായ ആളുകളുള്ള കാലഘട്ടമാണ് നമ്മൾ ജീവിക്കുന്നത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇത് കണ്ടു വളരുന്ന മക്കൾ എങ്ങനെ നന്നാവും? നിങ്ങൾ പറയും.
5ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും പ്ലസ് 1-നൊക്കെ പഠിക്കുന്ന പ്രിയപ്പെട്ട മകളുടെ വിഷയത്തിൽ ഉസ്താദിനെ തന്നെ ഫോൺ വിളിച്ചിട്ട് എന്റെ മകൾക്ക് 2 ദിവസമായി സുഖമില്ലാതിരുന്നു, വയറിന് അസുഖമായിരുന്നു, ശാരീരികമായ അസ്വസ്ഥതയായിരുന്നു, കോവിഡ് ആണെന്ന് തോന്നിയിരുന്നു, അതുകൊണ്ട് തന്നെ അവളെ വിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കളവ് പറഞ്ഞ് മക്കളെ തന്നെ ആ രീതിയിൽ പഠിപ്പിക്കുന്ന രക്ഷിതാക്കളെ നമ്മുടെ മക്കൾ പിന്നെ എങ്ങനെ സാലിഹായി തീരും? അള്ളാഹു നമ്മുടെ മക്കളെ കാക്കുമാറാവട്ടെ. നമ്മളെയും അള്ളാഹു കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ. എന്തുകൊണ്ടാണ് ഇത് പറ്റുന്നത്? നമ്മൾ കളവ് പ്രചരിപ്പിക്കാൻ കുട്ടികൾക്ക് തന്നെ പരിപൂർണമായി പഠിപ്പിച്ചു കൊടുക്കാൻ അതിന് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും നമ്മുടെ ഭാഗത്തു നിന്ന് തന്നെ ചെയ്യാൻ നമ്മളതിന് പൂർണ്ണമായി പിന്തുണ കൊടുക്കണം. നഊദു ബില്ലാഹ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയാകുന്ന മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ കളവ് പറയുക പോലും ചെയ്തിട്ടില്ല. അതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉയർച്ചയ്ക്കുള്ള കാരണം. 18ാമത്തെ വയസ്സിൽ തന്നെ കറാമത്ത്, അമാനുഷികമായ കഴിവ് വെളിപ്പെടുക അദ്ദേഹത്തിലൂടെ ധാരാളം ആളുകൾ, കൊള്ള സംഘങ്ങൾ വിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അങ്ങനെ ബഗ്ദാദിന്റെ മണ്ണിലെത്തി. 18 വയസ്സ് മുതൽ പിന്നീട് അദ്ദേഹം ഇൽമു പഠിക്കാൻ വേണ്ടി നിലകൊണ്ടു. 32 വർഷം ഇൽമു പഠിച്ചു. 33ാമത്തെ കൊല്ലമാണ് അദ്ദേഹം എല്ലാ വിഷയങ്ങളിൽ നിന്നും പഠനം പൂർത്തീകരിക്കുന്നത്. ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കി. ഖുർആനിന്റെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളെല്ലാം എല്ലാം പഠിച്ചെടുത്തു. എല്ലാ തഫ്സീറുകളും പഠിച്ചു. ഖുർആൻ ഹദീസ് പഠിച്ചു. നിദാന ശാസ്ത്രങ്ങൾ പഠിച്ചു. തർക്കശാസ്ത്രങ്ങൾ പഠിച്ചു. എല്ലാ ശാഖോപശാഖകളിലും അദ്ദേഹം മുങ്ങിക്കുളിച്ചു. അഗാധ പാണ്ഡിത്യത്തിന്റെ ഉടമയായി മാറി ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. പഠിക്കണം നമ്മൾ. من كل فن سرت في العسر أوحد العلماء. ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, എല്ലാ വിജ്ഞാനത്തിന്റെ ശാഖോപശാഖകളിൽ ഞാൻ മുങ്ങിക്കുളിച്ചു. ഞാൻ പഠിക്കാത്തതായ അറിവുകളില്ല, ഇൽമിന്റെ ശാഖോപശാഖകളില്ല. ഉസ്തോബഹറൽ ഉലൂമി മിൻ കുല്ലി ഫന്നി സിർതു ഫിൽ അസ്രി ഔഹദൽ ഉലമാഇ. വിജ്ഞാനം മുഴുവനും കരഗതമാക്കി 32 വർഷം ഉറക്കമില്ലാതെ പടച്ചറബിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തും നിസ്കരിച്ചും തന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാർക്ക്, ഗുരുനാഥന്മാർക്ക് ഖിദ്മത്തെടുത്തും എല്ലാ ദിവസവും വിശുദ്ധമായ ഖുർആൻ ഓതിയും ദിക്റുകൾ ചൊല്ലിക്കൊണ്ടും സമയങ്ങൾ ചെലവഴിച്ച് ഒരു ജമാഅത്ത് പോലും കളയാതെ, ഒരു ജുമഅ പോലും നഷ്ടപ്പെടുത്താതെ എല്ലാ റവാത്തിബ് സുന്നത്തുകളും അനുഷ്ഠിച്ചുകൊണ്ട് എല്ലാ മുത്തുനബിയുടെ തിരുസുന്നത്തുകളും ഹയാത്താക്കി 18ാമത്തെ വയസ്സിൽ വിജ്ഞാനം പഠിക്കാൻ തുടങ്ങിയതാണ്. 32 കൊല്ലം കൊണ്ടാണ് ഇൽമ പഠിച്ചു തീർത്തത്. അക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാർക്കിടയിൽ ഒറ്റമുത്തായി ഞാൻ നിലകൊണ്ടു എന്ന് മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. ഒരുപാട് പണ്ഡിതന്മാരുള്ള കാലഘട്ടം. ഇമാം ഖസാലി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ആ നൂറ്റാണ്ടുകാരനാണ്. അത്തരത്തിലുള്ള വലിയ വലിയ മഹാന്മാരുള്ള കാലഘട്ടത്തിൽ തന്നെ മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ അക്കാലഘട്ടത്തിലെ ഒറ്റമുത്തായി ഞാൻ നിലകൊണ്ടു. സുർതു ഫിൽ അസ്രി ഔഹദൽ ഉലമാഇ. പണ്ഡിതന്മാരിൽ ഒറ്റമുത്തായി ഞാൻ നിലകൊണ്ടു. ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട വ്യക്തിത്വമായി ഞാൻ മാറി. എന്താ കാരണം? 32 കൊല്ലമാണ് ദർസിൽ പഠിക്കുന്നത്. അല്ലാഹ്, ചെറിയ പഠിത്തമൊന്നുമല്ല. അത് തന്നെ ഉമ്മ ഇങ്ങനെ കത്തുവിടും. ഇന്നത്തെ പോലെ ഉള്ളതാകുന്ന പോസ്റ്റ്മാന സമ്പ്രദായം ഒന്നുമില്ല. എവിടെയെങ്കിലും കത്തുകൊണ്ട് ഇട്ടാൽ അത് എടുത്തുകൊണ്ട് പോകാനൊന്നും ആളൊന്നുമില്ല. ആളുകൾ ആരെങ്കിലും ബഗ്ദാദിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ കത്ത് കൊടുത്തു വിടാൻ. അതങ്ങനെ മകന്റെ കയ്യിലെത്തും. ആ മകൻ ഉമ്മയുടെ കത്ത് വായിച്ച് ആശ്വസിക്കും. പ്രായം ചെന്ന പ്രിയപ്പെട്ട ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യും. തിരിച്ച് കത്തുവിടും, ഉമ്മ ഞാൻ അങ്ങോട്ട് വരണം ഉമ്മയെ കാണാൻ. കാരണം ഉമ്മയോടുള്ള ഒരു ഹക്കിടപാടുണ്ടല്ലോ. അത് വെച്ചിട്ട് ചോദിക്കുമ്പോൾ ഉമ്മ വീണ്ടും കത്തുവിടും, മോനെ വേണ്ട, വസ്തഗിൽ ബിൽ ഇൽമ്, നീ ഇൽമ പഠിച്ചുകൊണ്ട് തന്നെ ശുഗലാകിൻ, ജോലിയാകിൻ, നീ വേറെ ഒരു പണിക്കും പോകേണ്ടതില്ല, നീ നല്ലതുപോലെ ദീൻ പഠിക്കുന്നെന്ന് പറഞ്ഞു ഉമ്മ 32 കൊല്ലത്തോളം തന്റെ പ്രിയപ്പെട്ട മകനിൽ നിന്ന് മാറുന്നു ജീവിച്ചു. ചിന്തിക്കണം നമ്മൾ. അവസാനം ഇൽമെല്ലാം പഠിച്ചു തീർന്നപ്പോ വയസ്സെത്രയായി? 18 + 32 എത്രയായി? ഒരാൾ പറഞ്ഞ അവിടെ നിന്ന്
എത്രയായി? 75. എല്ലാവരും ഇരുന്ന് ഉറങ്ങുകയാണ് കാര്യമായിട്ട്. ഇതാ തല കുതിച്ചിരുന്ന് ഉറങ്ങുന്നു. നമ്മൾ ഉറങ്ങുന്നതാണല്ലോ. നല്ല ഉറങ്ങല്ലായിരുന്നു. എത്രയാണ് പറ? 18 + 32 എത്രയാണ്? 50 ആണോ? നല്ല എളുപ്പമുള്ള കണക്കായി. 50 ശരി തന്നെയാണ്. 50 വയസ്സായി മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പഠിച്ചു തീർന്നപ്പോ. ശരിക്കും ശ്രദ്ധിക്കണം, മഴ കൂടുന്നുള്ളതുകൊണ്ട് കേൾക്കുന്നില്ല, അതാണ് വിഷയം. പിന്നെ ബോക്സൊക്കെ കെട്ടി മൊത്തം അടച്ചു വെച്ചില്ലെങ്കിൽ നാളെ മുതൽ അവന് പണിയാവും. അതുകൊണ്ടാണ് അവനിതെല്ലാം കെട്ടി വെക്കുന്നത്. അവൻ്റെ ആ ചിരി കണ്ടില്ലേ? ഇല്ലെങ്കിൽ അതവനല്ലെങ്കിൽ അടച്ചു വെക്കത്തില്ല. ഇവിടെ ശ്രദ്ധിക്കണേ. തിരിയുന്നുണ്ട? നിങ്ങൾക്ക് പറയുന്നത് തിരിയുന്നുണ്ട? ചെറുതായിട്ടെങ്കിലും തിരിയുന്നുണ്ട? ഷാനവാസേ, ഹലോ എന്ന് പറയുമ്പോ കിലോ എന്നെങ്കിലും കേൾക്കുന്നുണ്ട്? അത് മതി. അങ്ങനെ കേട്ടാ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ശരിക്കും ശ്രദ്ധിക്കണം. ഇവിടെ ശ്രദ്ധിക്കണം, നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കും. മഴയും കൂടി ആയതുകൊണ്ടാണ് ഞാൻ നല്ല തൊള്ളയിടണം, അല്ലെങ്കിൽ പിന്നെ അതുപോലെ ശബ്ദം ഇടണം. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കുമാറാവട്ടെ. എല്ലാ നിയ്യത്തുകളും അള്ളാഹു സാധൂകരിക്കട്ടെ. ഇനി മുതൽ നമ്മൾ ഈ പന്തലിടുമ്പം ഈ ബോക്സും കൂടെ എന്ത് ചെയ്യണം? അപ്പോ 50 വയസ്സായി പഠിച്ചു കഴിഞ്ഞപ്പോ, പഠനം പൂർത്തീകരിച്ചു വന്നപ്പോ വയസ്സ് 50. അല്ലാ, അപ്പൊ ഇനി എന്ത് നടക്കണം? വിവാഹം കഴിക്കണം. വിവാഹം കഴിച്ചിട്ടുണ്ട്? ഇതുവരെ വിവാഹം കഴിച്ചില്ല. എന്താ കാരണം? പഠനത്തിനിടയിൽ വിവാഹം കഴിച്ചാൽ പിന്നെ തേനേ പാലേ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകും, റൂട്ട് മാറിപ്പോകും. അതുകൊണ്ട് തന്നെ പഠനത്തിനിടയിൽ വിവാഹം കഴിച്ചിട്ടില്ല. 50 വയസ്സ് കഴിഞ്ഞ് 51ാമത്തെ വയസ്സിലാണ് വിവാഹത്തെ പറ്റി ചിന്തിക്കുന്നത്. ആര്? ബഹുമാനപ്പെട്ട ഔസുല്ലാഹ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഏറ്റവും ശക്തിമത്തായ സുന്നത്തായ കർമ്മമാണല്ലോ വിവാഹം കഴിക്കുക, നിക്കാഹ് കർമ്മം. മുത്തുനബിയുടെ എല്ലാ സുന്നത്തുകളും എടുത്ത, ഒരൊറ്റ ഫർദ് പോലും ഒഴിവാക്കാതെ എല്ലാ ഫർദുകളും ശ്രദ്ധിച്ച്, ജീവിതത്തിൽ ഒരു കളവ് പോലും പറയുകയോ ചിന്തിക്കുക പോലും ചെയ്യാതെ സംശുദ്ധമായ ജീവിതം നയിച്ച് മുന്നോട്ട് പോകുന്നതാകുന്ന മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഏറ്റവും നല്ല സുന്നത്താണല്ലോ വിവാഹം കഴിച്ച് മാന്യമായി ജീവിതം നയിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ സുന്നത്തെടുക്കാൻ തീരുമാനിച്ചു. പ്രായമേറെ ആയതുകൊണ്ട് തന്നെ അദ്ദേഹം 4 സ്ത്രീകൾ, പാവപ്പെട്ട സഹോദരിമാർക്ക് ജീവിതം കൊടുത്തു. 4 വിവാഹം കഴിച്ചു. ആര്? മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ ചിലര് മനസ്സിൽ കരുതി, എന്തിനാ 4 എണ്ണം, 1 മതിയായിരുന്നല്ല. അങ്ങനെ നിങ്ങൾ മനസ്സിൽ ഇപ്പൊ കരുതിയില്ലേ? അതിന് മറുപടി പറയാൻ പോവാൻ. അങ്ങനെ കരുതിയവരുണ്ട് ഈ കൂട്ടത്തിൽ. അങ്ങനെ കരുതിയവർക്കൊരു മറുപടി കേട്ടോ. നിങ്ങൾ വിവാഹം കഴിക്കുന്നതിന്റെ മർമ്മപ്രധാനമായ ലക്ഷ്യം എന്താണ്? സ്വാലിഹായ സന്താനങ്ങളെ ലഭിക്കുക എന്നുള്ളതാണ്. അതാണല്ലോ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ എത്രയോ സദസ്സുകളിൽ, എത്രയോ വിജ്ഞാന സദസ്സുകളിലൊക്കെ എങ്ങനെ വന്നാലും ശരി ഒരു 10 പേരുടെ കത്തുണ്ടാവും. ഉസ്താദേ, എനിക്ക് സ്വാലിഹായ മകനെ വേണം. ഇന്നും ഈ സദസ്സിലേക്ക് വരുമ്പോൾ ഒരു സഹോദരൻ പറഞ്ഞ അതാണ്, സ്വാലിഹായ ഒരു കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യണേ, അല്ലെങ്കിൽ ഉള്ള മക്കൾ തന്നെ സ്വാലിഹാകാൻ വേണ്ടി ദുആ ചെയ്യണേ. ഇതാണ് എല്ലാവരുടെയും ആഗ്രഹം, അല്ലേ? എല്ലാവരുടെയും മനസ്സിലെ ആഗ്രഹം അത് തന്നെയാണ്. അള്ളാഹു നമുക്കൊക്കെ സ്വാലിഹായ മക്കളെ നൽകട്ടെ. മക്കളില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ മഴയുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു സ്വാലിഹായ മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ പറയും, ആമീൻ പറയും. അള്ളാഹുവേ, സ്വാലിഹായ സന്താനങ്ങളെ നൽകണേ അല്ലാ. നൽകിയിട്ടുള്ള മക്കളെയെല്ലാം സ്വാലിഹീങ്ങളിലും ആബിദീങ്ങളിലും ഹാഫിളീങ്ങളിലും ചേർത്ത് അനുഗ്രഹിക്കണേ അല്ലാ. അപ്പൊ എല്ലാവരുടെയും ലക്ഷ്യം വിവാഹം കഴിഞ്ഞാൽ പിന്നെ മക്കളുണ്ടാവണം. അത് വലിയ ആഗ്രഹം തന്നെയാണ്. അത് തന്നെയാണല്ലോ ലക്ഷ്യവും. എന്നാൽ ചില ആളുകളൊക്കെ വേണ്ടാന്ന് വെച്ച് പിന്തിക്കുന്നുണ്ട്. ഇപ്പൊ വേണ്ട, ഇപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് കഴിയട്ടെ, ഇത് കഴിയട്ടെ എന്ന് പറഞ്ഞ് പിന്തിച്ച് അവസാനം 5 കൊല്ലം കഴിഞ്ഞ് ഇവൻ കടന്ന് പരിശ്രമിക്കുമ്പോൾ കുട്ടികളും ഇല്ല. അങ്ങനെ ചിലർ പെട്ടുപോയവരുണ്ട്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. വിവാഹം കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും വലിയ അർത്ഥവത്തായ ജീവിതം സ്വാലിഹായ മക്കളെ ലഭിക്കുക എന്നുള്ളതാണ്. അത് പിന്നെ ആകട്ടെ, നാളെ ആകട്ടെ എന്ന് വെച്ച് പിന്തിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നീ 5 കൊല്ലം കഴിഞ്ഞ് കെട്ടിയാൽ മതിയായിരുന്നല്ലോ. എന്നാൽ ചില ആളുകളുണ്ട്, വിവാഹ ജീവിതം കഴിഞ്ഞതിന് ശേഷം ശാരീരികമായ ബന്ധപ്പെടലെല്ലാം കഴിഞ്ഞിട്ടും കുട്ടികളാവുന്നില്ല. ദുആ ചെയ്യുന്നുണ്ട്, ദിക്ർ ചൊല്ലുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, വല്ലാത്ത വിഷമത്തില്. അങ്ങനെ നിൽക്കുമ്പോഴുണ്ട് പെണ്ണുങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട തന്നെ ചില ഉമ്മമാര് ഭയങ്കര ഇളക്കാണ്. അവർക്ക് എങ്ങനെയെങ്കിലും കുട്ടികളായി കാണണം. 2 കാല് കണ്ടെങ്കിൽ മാത്രമേ സമാധാനമുള്ളൂ. ഉടനെ വന്നിട്ട് ചോദിക്കും, അനക്ക് ഇതുവരെ ആയില്ലേ? ഇതുവരെ ആയിട്ടില്ലേ? ഓ പടച്ചവനെ, എന്ത് പറ്റിയ? നിന്റെ പ്രശ്നം അതോ ഓന്റെ പ്രശ്നമാണോ? ഒന്നുകൊണ്ട് ചികിത്സിക്കണം കേട്ടോ, ഒന്ന് നോക്കണം, നാളെ തന്നെ നോക്കണേ.
പിന്നെ അടുത്ത ആഴ്ച വരുമ്പോൾ ഈ തള്ള വീണ്ടും ഇത് തന്നെ കളി. ഇവർക്ക് ഇത് തന്നെ, ഇവർക്ക് കുഞ്ഞിന്റെ കാല് കണ്ടാല് ഇവർക്ക് സമാധാനമായി, പിന്നെ അവർക്ക് സമാധാനം കൊടുക്കും. അതിനു മുമ്പ് കല്യാണം കഴിയുന്നില്ലേ എന്നായിരുന്നു ചോദ്യം. ഇവളെ കല്യാണം കഴിക്കും, ഇവളെ എത്രയും വേഗം കെട്ടിക്കണം കേട്ടോ, എത്രയും വേഗം കെട്ടിക്കണം. 18 വയസ്സായില്ലേ, വേഗം കെട്ടിച്ചേക്കെന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം വിവാഹം കഴിപ്പിക്കാനുള്ള പരിശ്രമമാണ്. എന്നാൽ ഈ പറയുന്ന വ്യക്തികളുടെ മക്കളോ 30 വയസ്സായിട്ടുണ്ട്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കാൻ. അവരുടെ കാര്യം നോക്കൂല, മറ്റുള്ളവരുടെ മക്കളെ ഇങ്ങനെ നോക്കിയിട്ട് അവരെ വിവാഹം കഴിപ്പിച്ചു വിടാൻ വേണ്ടി ഭയങ്കര വെമ്പൽ കൊള്ളുന്ന ചില സഹോദരിമാർ, ചില ആളുകൾ അങ്ങനെ തന്നെയാണ്, അവരുടെ പ്രകൃതമാണ്. വിവാഹം കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിക്കാല് കാണണം, ഈ കുഞ്ഞിക്കാല് കാണുന്നത് വരെ ചോദ്യം. അങ്ങനെ ചോദ്യം ചോദിക്കുന്ന സഹോദരിമാര് എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ ആരെങ്കിലും എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെയ്യരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളത് ചോദിക്കേണ്ട കാര്യമില്ല, കാരണം അവർക്കറിയാതെ വിവാഹം കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ പ്രക്രിയയാണത്. അതവർ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഈ ചോദ്യം കൊണ്ടുണ്ടാവുന്നത് മനസ്സിൽ വല്ലാത്ത നോവാണ്. സ്ത്രീകളുടെ മനസ്സ് വല്ലാതെ വേദനിക്കും. ആ വേദന ഭർത്താവിനോട് പറയും, ഭർത്താവിന് വലിയ വിഷമമാണ്. എത്രയോ ആളുകൾ ഈ സദസ്സിൽ തന്നെ അത്തരത്തിലുള്ള നൊമ്പരം അനുഭവിക്കുന്ന, കുടുംബങ്ങളുടെ മാനസികമാകുന്ന വ്രണപ്പെടുത്തുന്ന ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന എത്രയോ ആളുകൾ പുരുഷന്മാരുണ്ടാകും, അതനുഭവിച്ച് തീർത്തിട്ടുള്ള സഹോദരിമാരുണ്ടാകും. ചോദ്യമൊക്കെ കേട്ടാൽ അവർക്ക് നമ്മൾ കരുതും എന്താ, ഈ കുഞ്ഞിങ്ങോട്ട് ജനിച്ചാൽ പിന്നെ കെട്ടിച്ചു വിടാനുള്ള സ്വർണ്ണം ഇവരോട് ചോദിച്ചാൽ ഉടനെ റെഡിയാക്കി തരുക. ആ രീതിയിലാണ് ചോദ്യം കേട്ട് കഴിഞ്ഞാൽ. കുഞ്ഞിക്കാല് കണ്ടാൽ പിന്നെ ആ വഴിക്ക് വരൂല, ഒരു വള പോലും ഇട്ട് കൊടുക്കാൻ ആചാരില്ല, ആ വഴിക്ക് വരൂല, ഒരു നോട്ടവും ഇല്ല. പക്ഷെ ഇതൊന്ന് കണ്ടു കിട്ടിയാൽ മതി, ഭയങ്കര കിട്ടല. അങ്ങനത്തെ ചില ആളുകളുണ്ട്. നിൽക്കട്ടെ, അത്തരത്തിലുള്ള സഹോദരിമാര് ശരിക്കും ശ്രദ്ധിക്കൽ. അതൊക്കെ മോശമായ സ്വഭാവമാണ്, അതൊക്കെ മാറ്റി നന്നാവാൻ തുനിയൻ. ഇനിയെങ്കിലും നമ്മുടെ നാവ് കൊണ്ട് 10 തസ്ബീഹ് ചൊല്ലിന്, 10 ദിക്ർ ചൊല്ലിന് മാന്യമായ ജീവിതം നയിക്കൽ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അത് സാന്ദര്യവുമായി ഒന്ന് ഉണർത്തിയതാണ്, ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി. ശരിക്കും ശ്രദ്ധിക്കണം. വിവാഹത്തിന്റെ മർമ്മപ്രധാനമായ ലക്ഷ്യം അത് തന്നെയാണ്. എന്താണ് അതിലൂടെ കിട്ടുന്ന നേട്ടം? അള്ളാഹുവിന്റെ സംതൃപ്തിയും മുത്തുനബിയുടെ സംതൃപ്തിയും ലഭിക്കും. ശരിക്കും ശ്രദ്ധിക്കണേ. സാലിഹായ മക്കളുണ്ടായാൽ അതിലൂടെ അള്ളാഹുവിന്റെ സംതൃപ്തിയുണ്ട്, മുത്തുനബിയുടെ സംതൃപ്തിയുണ്ട്. അത് രണ്ടും കിട്ടിയാൽ രക്ഷപ്പെട്ടില്ലേ? അത് രണ്ടും കിട്ടും. എങ്ങനെ കിട്ടും? പഠിക്കും. ഒന്ന്, ഇന്ന് വരെ നമ്മൾ പഠിക്കാത്ത ചില പാഠങ്ങളാണ് കേട്ടോ. നമുക്കൊക്കെ മക്കളുണ്ട്, ആ മക്കളെ കൊണ്ട് കിട്ടുന്ന നേട്ടാണ് ഈ പറയാൻ പോകുന്നത്. റബ്ബിന്റെ സംതൃപ്തി കിട്ടും. എങ്ങനെ? ഒന്ന്, മക്കള് ഈ ലോകത്ത് ഉണ്ടാവുക എന്ന ലക്ഷ്യം വെക്കുമ്പോൾ തന്നെ മനസ്സിൽ കരുതേണ്ടത് എന്താ? അള്ളാഹുവിനെ ആരാധിക്കാനുള്ള ഒരു വ്യക്തിയെ, ഒരു സൃഷ്ടിയെ കൂടി ഞാനിതാ പടയ്ക്കുകയാണ്. അതാണ് നീയത്ത്. വാപ്പയുടെ ഉമ്മയുടെ നീയത്തതായിരിക്കണം, അല്ലേ? ശരിയല്ലേ? കാരണം ജന്മമെടുക്കുന്ന, നമ്മളിലൂടെ ജന്മമെടുക്കുന്ന കുട്ടി അവൻ മുസ്ലിമാണ്, മുഅ്മിനാണ്, അവൻ സത്യവിശ്വാസിയാണ്. അവൻ ആ ഈമാൻ പുൽകിക്കൊണ്ട് ജീവിക്കുമ്പോ അവൻ ചെറുപ്പം മുതൽ ചൊല്ലി വരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹും, അവൻ ചൊല്ലുന്ന സ്വലാത്തും, അവൻ മദ്രസയിൽ പോയി പഠിച്ചുകൊണ്ട് ഓതുന്നതായ സൂറത്തുൽ ഫാത്തിഹയും, അവൻ പഠിക്കുന്നതായ അഖ്ലാഖും താരീഖും വേണ്ടുന്നതായ കായിദകളും, അവൻ ജീവിതത്തിൽ ഓതി വരുന്നതായ ഏതെല്ലാം സൂക്തങ്ങളുണ്ടോ, യാസീനുണ്ടോ, വാഖിഉണ്ടോ, സൂറത്തുൽ മുൽക്കുണ്ടോ, സജദയുണ്ടോ, ഏതെല്ലാം സൂക്തങ്ങളുണ്ടോ, അതിന്റെ എല്ലാത്തിന്റെയും പൊരുത്തം ആർക്ക് ലഭിക്കും? വാപ്പയ്ക്കും ഉമ്മയ്ക്കും ലഭിക്കും. അതോടൊപ്പം തന്നെ റബ്ബിന്റെ പൊരുത്തവും കിട്ടും. എന്തുകൊണ്ട്? അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ, പടച്ച റബ്ബിന്റെ മുന്നിൽ നമസ്കാരം കൊണ്ടും അള്ളാഹുവിന്റെ മുന്നിൽ സുജൂദിൽ അർപ്പിക്കാൻ ഈ ലോകത്തേക്ക് റബ്ബിന് ഒരു സൃഷ്ടി കൂടി അനുവദിച്ചത് നീയാണ്. വാപ്പയാകുന്ന നീയും ഉമ്മയാകുന്ന നീയുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേർക്കും ആരുടെ പൊരുത്തമുണ്ടാകും? അള്ളാഹുവിന്റെ പൊരുത്തം ഉണ്ടാകും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പൊ റബ്ബിന്റെ പൊരുത്തം കിട്ടും മക്കളുണ്ടായാൽ. കാരണം അള്ളാഹു സുജൂദ് ചെയ്യുന്ന ഒരു പടപ്പിനെ കൂടി ഈ ലോകത്തേക്ക് നീ സൃഷ്ടിക്കുകയാണ് എന്ന അർത്ഥത്തിൽ. രണ്ടാമത്തത് മുത്തുനബിയുടെ പൊരുത്തം കിട്ടും. അതെങ്ങനെ കിട്ടുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നാളെ ഓരോരോ സമുദായക്കാരെയും അതത് സമുദായത്തിൻ്റെതാകുന്ന പ്രവാചകന്മാരുമായി നേതൃത്വവുമായി മഹ്ശറിലേക്ക് തെളിക്കപ്പെടുകയാണ്. فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا. ഓരോരോ സമുദായത്തെയും ആ സമുദായത്തിന്റെ നേതൃത്വമായിരുന്ന പ്രവാചകന്മാരുമായി, ആ പ്രവാചകർ മുമ്പിലൂടെ നടന്നവരുടെ പിറകിലൂടെ സമുദായക്കാരെയും തെളിച്ചുകൊണ്ട്
മഹ്ശറിലേക്ക് കടന്നു വരുമ്പോ ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫഇന്നി ഉകാസിറും ബിക്കും യൗമൽ ഖിയാമ, നിങ്ങൾ ധാരാളം മക്കളെ സമ്പാദിക്കണേ. മക്കളെ ധാരാളം അധികരിക്കുന്നതിലൂടെ എല്ലാ സമുദായക്കാരെക്കാളും എന്റെ സമുദായം അധികരിച്ച് കാണുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. എല്ലാ സമുദായവും നാളെ അതത് അമ്പിയാക്കളുമായി അവരുടെ നേതാക്കളുമായി മഹ്ശറിലേക്ക് വരുമ്പോൾ ഞാൻ എന്റെ സമുദായത്തെയും വഹിച്ചുകൊണ്ട് പടച്ച റബ്ബിന്റെ ഹളറത്തിലേക്ക് മഹ്ശറിലെത്തുമ്പോ മറ്റുള്ള സമുദായത്തെക്കാൾ കൂടുതൽ എന്റെ സമുദായം ഉണ്ടാവുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ പറഞ്ഞു, തസവ്വജൂ അൽ വലൂദ അൽ വദൂദ്, ധാരാളം പ്രസവിക്കുന്ന നല്ല സ്നേഹം നൽകുന്ന സഹോദരിമാരെ, സ്ത്രീകളെ നിങ്ങൾ വിവാഹം ചെയ്യണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. നല്ലതുപോലെ പ്രസവിക്കുകയും നല്ല സ്നേഹം നൽകുകയും ചെയ്യുന്ന സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കണേ. അതെങ്ങനെയാണത് മനസ്സിലാക്കുക? സാധാരണ രീതിയിൽ പണ്ട് മുതലേ ശ്രദ്ധിക്കുക, വിവാഹം കഴിക്കുന്ന സ്ത്രീയുടെ ഉമ്മയെ നോക്കും, അവരുടെ അംഗസംഖ്യ നോക്കും. ആ ഉമ്മ 10 പ്രസവിച്ചതാണ് അല്ലെങ്കിൽ 8 പ്രസവിച്ചതാണ്. അവ എങ്കിൽ തന്റെ ഭാര്യയാകാൻ പോകുന്ന ഇടയും അതേപോലെ പ്രസവിക്കും. അതിനുള്ളതാകുന്ന ഒരു ആരോഗ്യശേഷി ഉണ്ടാകും, ഉറപ്പാണ്. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ അതിനേക്കാൾ കുറഞ്ഞ 1-2 ഉള്ളതാകുന്ന ഉമ്മയുടെ മകളാണ്. എങ്കിലും കൂടുതൽ പ്രസവിക്കലൊക്കെ വളരെ കുറവാണ്. ആരോഗ്യപരമായി കഴിവുണ്ടെങ്കിൽ പ്രശ്നമല്ല. സാധാരണയിൽ നോക്കൽ അങ്ങനെയാണ്. നബി തങ്ങൾ പറഞ്ഞു, തസവ്വജു അൽ വലൂദ അൽ വദൂദ, ധാരാളം പ്രസവിക്കുകയും നല്ല സ്നേഹം നൽകുകയും ചെയ്യുന്ന സഹോദരിമാരെ നിങ്ങൾ വിവാഹം കഴിക്കാൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ. സുന്നത്തായ കാര്യമാണ്. എന്തിനാണത് പറയുന്നത്? വിവാഹം കഴിച്ചാൽ പിന്നെ മക്കളെ വേണം. മക്കൾ ഉണ്ടാവുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പൊരുത്തം, റബ്ബിനെ ആരാധിക്കാനുള്ള ഒരു പടപ്പിനെ കൂടി ഈ ലോകത്ത് പടയ്ക്കുന്നതോടുകൂടി അള്ളാഹുവിന്റെ പൊരുത്തം നിനക്ക് ലഭിക്കും. നിനക്കും ലഭിക്കും, നിന്റെ ഭാര്യയ്ക്ക് ലഭിക്കും. രണ്ടുപേരും അതിന് നിമിത്തമായവരാണ്. മാത്രമല്ല റബ്ബിന്റെ പൊരുത്തത്തോടൊപ്പം മുത്തുനബിയുടെ പൊരുത്തവും സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ മഹ്ശറയിൽ എല്ലാ സമുദായത്തെയും അതത് സമുദായത്തിന്റെ നേതാക്കന്മാരാകുന്ന പ്രവാചകന്മാർ നയിച്ചു കൊണ്ടുവരുമ്പോ ആ സമുദായത്തെക്കാളൊക്കെ കൂടുതലായി എന്റെ സമുദായത്തിന്റെ എണ്ണം പെരുപ്പം വരുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സാലിഹായ മക്കളെ ഈ ലോകത്തിന് സമ്മാനിക്കൂ എന്ന് ഹബീബ് റസൂലുള്ളാഹി. അപ്പൊ നമ്മൾ കാരണം മുത്തുനബിയുടെ അനുയായിയുടെ വർധനവ് അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. നാം ഒന്ന് നമുക്കൊന്നെന്ന് പറഞ്ഞുള്ള പ്രവചനം അതൊന്നും നല്ലതല്ല. കാരണം എന്തുകൊണ്ട്? എത്രയോ അപകടങ്ങൾ, എത്രയോ സംഭവങ്ങൾ നമ്മുടെ കൺമുന്നിലുണ്ട്. എത്രയോ ആളുകൾ അങ്ങനെ ഒറ്റ മകനെ കൊണ്ട് തന്നെ ദുനിയാവും ആഖിറവും കിട്ടുമെന്ന് കരുതി ആ മക്കൾ തന്നെ ചെറുപ്പത്തിൽ തന്നെ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു പോയി. ദുനിയാവിൽ അവൻ ആശിച്ചതൊന്നും കിട്ടുന്നില്ല. തന്നെ നോക്കാൻ ഒരുത്തം മതി, 5 പേരൊന്നും വേണ്ട, അല്ലെങ്കിൽ 10 പേര് വേണ്ട എന്ന് പറഞ്ഞ് ഒരു മകനെയും ഒരു മകളെയും കൊണ്ടൊക്കെ സംതൃപ്തി അടഞ്ഞ ആളുകൾ അവസാനം ഈ മക്കൾ തന്നെ ഇട്ടേച്ചു പോകുക എത്രയോ കഥകളുണ്ട്. ചെറുപ്പത്തിൽ തന്നെ മക്കൾ മരണപ്പെട്ടു പോയിട്ട് അവസാനം പിന്നീട് ഇനി കഴിയാത്തൊരവസ്ഥയിലേക്ക് ശാരീരികപരമായി അസ്വസ്ഥതകൾ അകപ്പെട്ടു പോയ എത്രയോ രക്ഷിതാക്കളുണ്ട്, എത്രയോ ഭാര്യ ഭർത്താക്കന്മാരുണ്ട്. അതുകൊണ്ട് നമ്മൾ തീരുമാനിക്കുന്നിടത്തല്ല കാര്യം. ആരാണ് നമ്മളെ സഹായിക്കുക, ഏത് മകനാണ് സഹായിക്കുക, ഒന്നും തീർച്ചപ്പെടുത്താൻ പറ്റാത്ത കാലഘട്ടമാണ്. അതുകൊണ്ട് ആ വിഷയത്തിൽ ആരും വിമുഖത കാണിക്കരുത്. ഞാൻ എന്തിനാണിത് പറഞ്ഞു വെച്ചത്? വഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു 51-ാമത്തെ വയസ്സിലാണ് വിവാഹം കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവർ കരുതി ഇനി ഞാൻ ഈ പ്രായത്തിൽ ഒരാളെ വിവാഹം കഴിച്ചാൽ ധാരാളം മക്കളെ കിട്ടുക പ്രയാസമാണ്. അതുകൊണ്ട് തന്നെ 4 വിവാഹം അദ്ദേഹം ഒരുമിച്ച് കഴിച്ചു. 4 വിവാഹം കഴിച്ചു. 4 പാവപ്പെട്ട സഹോദരിമാർക്ക് ജീവിതം കൊടുത്തു. അപ്പൊ അവർക്ക് റാഹത്തായി. വഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുമായുള്ള ജീവിതമാണ്. അൽഹംദുലില്ലാഹ് അദ്ദേഹത്തിന് ലഭിച്ച മക്കൾ ചരിത്രം കാണാം, 49 മക്കളാണ്. എത്ര പേരാണ്? ഷാഫി മദ്ഹബ് പ്രകാരം ജുമാ നടത്താം 40 പേര് മതി. കോവിഡിന്റെ സമയത്തൊക്കെയാണ് ഉപയോഗിച്ചാൽ വീട്ടിൽ തന്നെ ജുമാ റാഹത്ത്. 49 മക്കൾ. അവിടെ പഠിച്ചു വെക്കണേ, ശരിക്കും പഠിച്ചു വെക്ക. ആരുടെ കാര്യം പറയുന്നത്? വഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. ശ്രദ്ധിക്കുന്നുണ്ട? ഉണ്ടോ? എന്നാ രക്ഷപ്പെട്ടു. ബക്കറ്റ് കൊണ്ടുവന്നു. ഇപ്പൊ നല്ല ശ്രദ്ധയുണ്ടെന്ന്. അപ്പൊ കറക്റ്റായിട്ട് ഇട്ടോളൂ. വേഗം കൊണ്ടുപോയി. അള്ളാഹു നമ്മുടെ സദക്ക സ്വീകരിക്കട്ടെ.
എന്തേ അനസ് എവിടെ? അനസ് ഇവിടെ ഇല്ലേ? അനസ് വേഗം കൊണ്ടോ ബക്കറ്റ്. അള്ളാഹു നമ്മുടെ സദക്കകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അപ്രതീക്ഷിതമായൊരു മഴയാ അല്ലേ? പ്രയാസമുണ്ടോ നിങ്ങൾക്ക്? നിർത്തണം? നിർത്തണമെങ്കിൽ നിർത്തണം. വേണ്ട. 9:45 10 മണിയാകുമ്പോൾ നമുക്ക് നിർത്താം. എടാ 10 മിനിറ്റ് കൂടി പറഞ്ഞോടെ, കുഴപ്പമില്ലല്ലോ. ബക്കറ്റൊക്കെ തലയെ കമത്തി ഒരാൾ വരുന്നുണ്ട്. അങ്ങനെയുള്ള ചെറുപ്പക്കാർ ഇവിടെ വേണം. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ, എല്ലാ നിയ്യത്തുകളും അള്ളാഹു സാധൂകരിക്കട്ടെ. ഓടിച്ചോളെ എല്ലായിടത്തും. എല്ലാവരും ഒന്ന് കാര്യമായ രീതിയിൽ സഹകരിക്കും. അള്ളാഹു കബൂലാക്കട്ടെ. എടാ മഴയൊക്കെയാണ്, അടുത്തടുത്തിരിക്കുന്നുള്ളവന് അടുത്തിരിക്കുന്നവന്റെ പോക്കറ്റിൽ നിന്ന് കൊടുക്കുന്നുണ്ട്, നമ്മൾ കൊടുക്കണ്ട, അങ്ങനെ കരുതരുത്, എല്ലാവരും കൊടുക്കുക. എന്താ അള്ളാഹു സദക്കകൾ സ്വീകരിക്കട്ടെ. ആമീൻ പറയും. അള്ളാഹുവേ ഞങ്ങളുടെ സദക്കകൾ സ്വീകരിക്കണേ അല്ലാ, നിയ്യത്തുകളെ സാധൂകരിക്കണേ അല്ലാ, വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ, അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് ദുരന്തങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാലവിപത്തുകളെ തൊട്ട് കാവൽ നൽകണേ അല്ലാ. ആഖിറത്തിലേക്ക് ഉപയുക്തമായ സദക്കയായി സദക്കയെ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ പള്ളിയുടെ അല്ലെ 3-ാമത്തെ നിലയിൽ അല്ലെ ഷീറ്റിടുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ സൂചിപ്പിച്ചിട്ടുണ്ടാകും. ഇൻഷാല്ലാ ഞാൻ അതിനുവേണ്ടി ചോദിക്കും. നിങ്ങൾ ഓരോരുത്തരും അതിനുവേണ്ടി ഒന്ന് ഒരുങ്ങി റെഡിയായി നിൽക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സ്ത്രീകളൊക്കെ ആ വളയൊക്കെ ഊരി കൈവച്ചേക്ക്, പറയുമ്പോൾ നിന്നാൽ മതി. അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കുമാറാവട്ടെ. ആരും ഇപ്പൊ ബക്കറ്റിലിടണ്ട, പിന്നെ തന്നാൽ മതി. കണ്ടാ മോതിരമൊക്കെ ഊരി കൊടുത്തോളി. അള്ളാഹു സ്വീകരിക്കട്ടെ. പള്ളിക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ മദ്രസയുടെ പണിയും നമുക്ക് എന്ത് ചെയ്യണം? പൂർത്തീകരിക്കപ്പെടണം. ഏകദേശം 6 ലക്ഷം രൂപയോളം ബഡ്ജറ്റാണ് രണ്ട് കാര്യത്തിനും കൂടി. അപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ സഹകരിച്ചെങ്കിൽ മാത്രമേ ആ കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് പൂർത്തീകരിക്കപ്പെടുള്ളൂ. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ ആളുകളുണ്ട്, നല്ല നിയ്യത്ത് വെച്ച് സദഖ കൊടുക്കുന്ന സഹോദര സഹോദരിമാരുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റി നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ എല്ലാവരും കാര്യമായിട്ട് ബക്കറ്റിൽ നല്ലൊരു സദഖ കൊടുക്കും. എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റി നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പൊ 49 മക്കൾ 4 വിവാഹത്തിലൂടെ. ആർക്ക്? വഹീദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. അള്ളാഹ് ശ്രദ്ധിക്കണം, ഇവിടെ 27 ആൺമക്കളും 22 പെൺമക്കളും. 27 ആൺമക്കൾ 22 പെൺമക്കൾ. 27 ആൺമക്കളിൽ 14 പേരും ചെറുപ്പത്തിലെ മരണപ്പെട്ടുപോയി. പിന്നെ ബാക്കിയായത് എത്ര പേരാണ്? 27-ൽ 14 പോയാൽ പിന്നെ എത്ര? 13. അല്ലാഹ് മാഷാ അല്ലാഹ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. 13 ആൺമക്കളാണ് ബാക്കിയായിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ജീവനോടുകൂടി വലുതായ 13 മക്കളാണുള്ളത്. അതിൽ അദ്ദേഹത്തിന്റെ ഒരു മകൻ തന്നെ അബ്ദുൽ വഹാബ് റളിയല്ലാഹു അൻഹു. അവര് നല്ലതുപോലെ മുഹീദ്ദീൻ ശൈഖിന്റെ അടുക്കൽ നിന്ന് തന്നെ കിതാബ് ഓതിപ്പടിച്ച് നല്ല ആലിമായി. ആ അബ്ദുൽ വഹാബ് റളിയല്ലാഹു അൻഹു ആണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മയ്യിത്ത് നിസ്കരിച്ചത്. മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു മകനാണ്. അവരാണ് മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ അവിടുത്തെ മയ്യിത്ത് നിസ്കരിച്ചത്. വഫാത്തായത് എപ്പോഴാ? ഹിജ്റ 561-ലാണ് വഫാത്താകുന്നത്. 470-ൽ ജനിച്ച് 561-ൽ വഫാത്തായി. അഥവാ 91-ാമത്തെ വയസ്സ് വരെ ജീവിച്ചു. 91-ാമത്തെ വയസ്സിലാണ് ഇവിടെ പറയുന്നത്. അള്ളാഹുവരുടെ ദറജ ഉയർത്തട്ടെ. 91-ാമത്തെ വയസ്സിൽ ഏത് മാസം? റബീഉൽ ആഖിർ 11. അഥവാ നമ്മളിപ്പോ ഈ വരുന്നതായ തിങ്കളാഴ്ചയാണ് നമ്മുടെ നവംബർ 7-നാണ് എന്ത് ആണ്ട് വരുന്നത്. അന്നാണ് നമ്മുടെ സമാപനം. എന്നാ സമാപനം? അപ്പൊ രാവിനെ നോക്കിയിട്ടാണ് നമ്മുടെ ദുആ വെച്ചിരിക്കുന്നത്. അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കുമാറാവട്ടെ. തിങ്കളാഴ്ചയാണ് അവിടുത്തെ ഈ വർഷത്തേതാകുന്ന ആണ്ടിന്റെ സുദിനം. അള്ളാഹു അവരുടെ ദറജ ഉയർത്തട്ടെ. റബീഉൽ ആഖിർ 11. അതുകൊണ്ടാണ് എല്ലാ വർഷവും ഈ സമയമാകുമ്പോൾ ജീലാനി അനുസ്മരണ പ്രഭാഷണങ്ങളും സദസ്സുകളും നേർച്ചകളും ഒക്കെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ സമയത്ത് റബീഉൽ ആഖിറിൽ നടക്കാനുള്ള കാരണം അതാണ്. ഞാനിതൊക്കെ എന്തിനാ പറയുന്നതെന്നറിയോ? ഇതൊന്നും നമ്മളിൽ പല ചെറുപ്പക്കാർ ശ്രദ്ധിക്കൂല. അവരുടെ ചരിത്രമോ വിഷയങ്ങളോ ഒന്നും പഠിക്കൂല. ഇങ്ങനെ പരിപാടി കൂട്ടും, അതിന് വരും,
ചെമ്പ് നിറച്ച് ചോറും ഉണ്ട്, കുറച്ച് വാങ്ങിച്ചുകൊണ്ട് പോകും, അപ്പച്ചമ്പി കയറ്റും, ചൂടാക്കും, അടിക്കും, മിനിങ്ങി കടന്ന് ഉറങ്ങും. അടുത്ത വർഷം വരും ജീലാനി അനുസ്മരണം, ഇതന്നെ പരിപാടി. ആരാണ് മൊയ്തീൻ ഷെയ്ഖെന്നോ എന്താണ് അവരുടെ ജീവിതചരിത്രമെന്നോ ഇതൊന്നും ഇന്ന് വരെ നമ്മൾ പഠിക്കാത്ത പലരുണ്ട്. അവർ പഠിച്ചിട്ട് പോകണം. അതിനാണ് ഈ പറയുന്നത്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ 49 മക്കളിൽ 27 ആൺമക്കളും 22 പെൺമക്കളും. 27 ആൺമക്കളിൽ 14 പേര് ചെറുപ്പത്തിലെ മരിച്ചു, 13 പേര് ബാക്കിയായി. 22 പെൺമക്കളിൽ 21 ചെറുപ്പത്തിലെ മരിച്ചു, ഒരൊറ്റ പെൺകുട്ടി മാത്രമാണ് ജീവിതത്തിൽ ബാക്കിയായത്. ശരിക്കും ശ്രദ്ധിക്കണേ. അപ്പൊ 13 ആൺമക്കളും പ്ലസ് 1 ഒരു പെൺകുട്ടിയും, മൊത്തം എത്രയായി? 14 പേര്. മറ്റൊരു കണക്ക് പറഞ്ഞാൽ 49 മക്കളിൽ 35 പേര്, 14 ആണും 22 പെണ്ണും, 21 പെണ്ണും, അങ്ങനെ മൊത്തത്തിൽ 35 പേരും ചെറുപ്പത്തിലെ മരിച്ചുപോയി. ബാക്കിയായത് എത്ര പേരേ ഉള്ളൂ? 14 പേരെ ബാക്കിയായിട്ടുള്ളൂ. 35 മക്കൾ ചെറുപ്പത്തിലെ നഷ്ടപ്പെട്ടു പോയെന്നർത്ഥം, വഫാത്തായിപ്പോയി. ഇതൊക്കെ ഞാൻ എന്തിനാ പറഞ്ഞെന്നറിയോ? ഒരു കുട്ടി നഷ്ടപ്പെടുമ്പോൾ തന്നെ നെഞ്ചത്തടിച്ച് കരഞ്ഞ് ഇട്ടിരിക്കുന്നതാകുന്ന മാക്സിം വലിച്ചു കീറി കവളത്തടിച്ച് നിലകൊള്ളുന്ന സഹോദരിമാരുള്ള കാലഘട്ടമാണ്. ക്ഷമിക്കുന്നില്ല. എല്ലാ കരച്ചിലും ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കി മയ്യത്തിന്റെ നെഞ്ചത്ത് കയറി കടന്ന് ഭയങ്കരമായിട്ട് കാണിച്ച് ആളുകൾ കാണുന്ന സമയത്ത് ഒന്നുകൂടി ഓവർ ആക്ട് ചെയ്ത് വലിയ സംഭവമാക്കി എല്ലാം കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് പറയാം, ഞാൻ നല്ലപോലെ ക്ഷമിച്ചായിരുന്നു സാർ, ഇപ്പൊ ഭയങ്കര ക്ഷമയാണ്. എല്ലാം കാണിക്കേണ്ട എല്ലാം കാണിച്ചതിന് ശേഷം. അങ്ങനെയല്ല ക്ഷമിക്കേണ്ടത്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, ലൈസ മിന്നാ മൻ ളറബൽ ഖുദൂദ വശഖൽ ജുയൂബ്. മരണവാർത്തകൾ കേട്ടുകൊണ്ടും വിഷമങ്ങളും ദുഃഖങ്ങളും കേട്ടുകൊണ്ട് കവളത്തടിക്കുന്നവരില്ലയോ, നെഞ്ചത്തടിച്ചുകൊണ്ട് കരയുന്നവരില്ലയോ, പോക്കറ്റുകൾ വലിച്ചു കീറുന്നതായ ആളുകളില്ലയോ, വസ്ത്രം പരിപൂർണമായി മാറ്റിയിട്ടുകൊണ്ട് ആളുകൾക്ക് മുന്നിൽ പ്രഹസനം കാണിക്കുന്നതായ ആളുകളില്ലയോ, ലൈസ മിന്നാ, നമ്മളിൽ പെട്ടവരല്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അത് ഈമാനുള്ളവന്റെ ലക്ഷണമല്ല. ആ സൈസ് പരിപാടിയൊന്നും ഇവിടെ എടുക്കണ്ട. അതൊക്കെ അന്യ സമുദായത്തിൽ നിന്ന് കടമെടുത്ത് കയറി വന്ന ചില പ്രവണതകളാണ്. അല്ലെ, ആരെങ്കിലും 10 പേര് വരുമ്പോ ഉടനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അല്ല പൊറോട്ടയും ചിക്കനും ചൂടെ ചാറൊഴിച്ചോന്ന് വെച്ചാൽ അടിച്ചുകൊണ്ടിരിക്കുക. അല്ല കിഴി പൊറോട്ട, കുഴിമന്തി വെച്ചടിക്കുകയാണ്. പിന്നെ കരച്ചിലൊന്നുമില്ല. പിന്നെ ആരെങ്കിലും വരുമ്പോ ഉടനെ ആക്ടിങ്. ഇതൊക്കെ സീരിയലിൽ നിന്നും സിനിമയിൽ നിന്നും മറ്റുള്ളതാകുന്ന മതങ്ങളിൽ നിന്നും ഒക്കെ കടമെടുത്ത ചില പരിപാടികളാണ്. അതൊന്നും എന്റെ മുസ്ലിം സഹോദരിമാര് നിങ്ങളത് വെച്ച് പുലർത്താൻ പാടില്ല. മയ്യത്തെടുക്കുന്ന സമയത്ത് ഒരൊറ്റ അലർച്ച. അതിനു മുമ്പെന്താ അലറാന് കൊണ്ടുപോകുന്ന അറിയില്ലായിരുന്നു. അത് കൊണ്ടുപോകുന്ന സമയത്ത് 10 പേരുടെ മുന്നിൽ കൂടെ വന്നിട്ട് ഒരു ഭയങ്കര നെഞ്ചത്തടിക്കും, ഭയങ്കര പരിപാടികൾ. ഇപ്പൊ കുറെയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ചിലരതൊക്കെ കാണിച്ച് ഇപ്പോഴും നിൽക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ കാണിച്ചില്ല എങ്കിൽ ഞാൻ സമൂഹത്തിൽ എൻ്റെ മകനോട് ഇഷ്ടമില്ലാത്തവനാണോ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനോട് ഇഷ്ടമില്ലാത്തവളാണോ എന്ന് സമൂഹം തെറ്റിദ്ധരിച്ചെങ്കിലോ എന്നുള്ള ഒരു ബുദ്ധിശൂന്യതയിൽ നിന്ന് ഉടലെടുത്ത പ്രവർത്തനമാണത്. അങ്ങനെയൊന്നും ഇല്ലാരും. ഈ കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളി താലൂക്കിൽ ഞാൻ ജോലി ചെയ്യുന്ന കരുനാഗപ്പള്ളി സെൻട്രൽ ജമാഅത്തിൽ അംഗമായിരുന്ന മുഹമ്മദ് സലീം എന്ന് പറയുന്ന ഒരു സഹോദരന്റെ മകൻ മുഹമ്മദ് സക്കീർ എന്ന പേരുള്ളതാകുന്ന 26 വയസ്സുള്ള ചെറുപ്പക്കാരൻ മരണപ്പെട്ടു. ഒരൊറ്റ ആഴ്ചയെ അദ്ദേഹം പനിച്ചു കിടന്നുള്ളൂ. ആ പനി മൂർച്ഛിച്ചു. കൊല്ലം NSL നിന്ന് അവസാനം തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ന്യൂമോണിയ ബാധിച്ചു. വിളിച്ചു പറഞ്ഞു, ഉസ്താദെ ഞാൻ വാതിലാണ്, ആ സമയത്ത് വെന്റിലേറ്ററിലാണെന്ന് പറഞ്ഞു. ഞാൻ കാസർഗോഡ് വാഴാൻ. ആ വാഴ കഴിഞ്ഞ് പിറ്റേ ദിവസം വാഴുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ രാത്രി ഏകദേശം സുബഹിയോടടുത്ത സമയമായപ്പോൾ ഞാൻ റുഹൈബയുടെ ലൈവിന്റെ ഒക്കെ ഒരു സമയമെടുത്തപ്പോൾ ഒരു വിളിച്ചിട്ട് പറഞ്ഞു, ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടിട്ടുണ്ട്. 26 വയസ്സേ ഉള്ളൂ. ഒരൊറ്റ ജ്യേഷ്ഠ സഹോദരൻ മാത്രമാണുള്ളത്. വാപ്പയും ആ ജ്യേഷ്ഠ സഹോദരനും ഈ അനുജനാകുന്ന മുഹമ്മദ് സക്കീർ എന്ന സഹോദരനും 5 വക്കത്ത് കൃത്യമായി പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. എനിക്ക് നല്ലതുപോലെ അറിയാം. ഞാൻ ജുമായ്ക്ക് മാത്രമേ ഇവിടെ ഉള്ളെങ്കിലും മഹല്ലിലെ ഉസ്താദുമാര് മുഖേന അറിയാം. റമദാനിൽ തറാവീഹ് ഖത്മ തീർക്കുമ്പോൾ ആ ഖത്മകളിൽ പൂർണ്ണമായി പങ്കെടുത്ത് എല്ലാ ദിവസവും ഒരു ജുസ്ഉ പാരായണം ചെയ്യുന്നതായ തറാവീഹ് നിസ്കാരത്തിൽ
പരിപൂർണമായി പങ്കെടുത്ത് വേറെ ഒരു പള്ളിയിലേക്കും പോകാതെ ഹാഫിളായ ഉസ്താദിന്റെ കീഴിൽ നമസ്കരിക്കണമെന്നുള്ള അടങ്ങാത്ത ആഗ്രഹത്തിൽ അതേ പള്ളിയിൽ തന്നെ വന്ന് കരുനാഗപ്പള്ളിയിൽ വന്നുകൊണ്ട് 30 ദിവസവും തറാവി നിസ്കരിച്ച് വിത്ർ നിസ്കരിച്ച് ദുആകളിലെല്ലാം പങ്കാളികളായി ഒരൊറ്റ ജുമഅയും ജമാഅത്ത് പോലും മുടക്കാതെ നമസ്കാരങ്ങൾ ചിട്ടവച്ചിരുന്ന സഹോദരൻ കഴിഞ്ഞ വർഷം 25 വയസ്സ് തികഞ്ഞപ്പോൾ മുത്തുനബി വിവാഹം കഴിച്ചതുപോലെ പ്രവാചകരുടെ തിരുസുന്നത്തുകൾ ഹയാത്താക്കിയതുപോലെ അദ്ദേഹം വിവാഹം കഴിച്ചു ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി ഇപ്പോൾ പൂർണ്ണ ഗർഭിണിയാൻ 6 മാസം എടുക്കുന്നു. ആ പെണ്ണ് ഈ സമയത്താണ് മരണം സംഭവിക്കുന്നത്. സഹോദരങ്ങളെ, ആ മയ്യത്ത് കൊണ്ടുവരുന്ന സമയത്ത് ഞാൻ കാസർഗോഡ് നിന്ന് കണ്ണൂര് വന്നു. അവിടുന്ന് ഫ്ലൈറ്റിൽ നേരെ തിരുവനന്തപുരത്ത് ഇറങ്ങി. ഞാൻ കാർമാർഗം എന്റെ പ്രിയ സ്നേഹിതൻ നൗഫലിനോടൊപ്പം തന്നെ അവിടെ വീട്ടിൽ വന്നു. ആ മയ്യത്ത് ജനാസയുടെ സംസ്കരണവുമായി ബന്ധപ്പെട്ട് മയ്യത്തപ്പം എത്തിയതേ ഉള്ളൂ. കാരണം എന്താണ് അസുഖമെന്ന് ഡോക്ടർമാർ പോലും ആശ്ചര്യപ്പെടുന്ന സമയവും സന്ദർഭവും. നിപ്പയാണോ മറ്റേതെങ്കിലും വൈറസ് ബാധിച്ചതാണെന്നറിയാൻ അവർ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും അല്പമെടുത്ത് അടർത്തിയിട്ട് പല സ്ഥാനങ്ങളിലേക്കും പൂനെയിലേക്കും ഒക്കെ അയച്ചിട്ട് അതിന്റെ റിസൾട്ട് കാത്തിരുന്നു. അവസാനം റിസൾട്ട് വന്നപ്പോൾ വൈകുന്നേരമായി റിസൾട്ട് വന്നപ്പോൾ പറഞ്ഞു നെഗറ്റീവാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എന്ത് സംഭവിച്ചു? മരണം ഏതു മനുഷ്യനെയും എപ്പോ വേണമെങ്കിലും മാടി വിളിക്കാം. അള്ളാഹു ആ സഹോദരന്റെ ദറജ ഉയർത്തട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ആ ജനാസ വീട്ടിലെത്തി. ആ വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഉമ്മ, അദ്ദേഹത്തിൻ്റെതാകുന്ന ഭാര്യ ഓരോരുത്തരായി വരുന്നു. ജനാസ വന്ന് കാണുന്നുണ്ട്. അവരൊക്കെ അസ്സലാമു അലൈക്കും പറഞ്ഞുകൊണ്ട് അവരൊക്കെ പോവാണ് നേരെ. ആരും അലമുറയിട്ട് കരഞ്ഞിട്ട് 10 പേരുടെ മുന്നിൽ കാണുന്ന ഒരു സമ്പ്രദായം ഇവിടെ കാണിക്കുന്നില്ല. കാരണം എന്റെ സ്നേഹം അള്ളാഹുവിനറിയാം. ഈ നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല, ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല, മഹല്ലിലെ ഉസ്താദിനെ കാണിക്കേണ്ട കാര്യമില്ല, സമൂഹത്തെ കാണിക്കേണ്ട കാര്യമില്ല. മറ്റുള്ളവർക്ക് മുന്നിൽ ഒരു പ്രഹസനം കാണിച്ചിട്ടല്ല ഒരു ഭാര്യ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോടുള്ള സ്നേഹം കാണിക്കേണ്ടത് എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ആ സഹോദരന്റെ ദറജ അല്ലാഹു ഉയർത്തുമാറാവട്ടെ. വളരെ സ്നേഹത്തോടുകൂടി കഴിയുന്ന കുടുംബം. ആ വാപ്പയ്ക്കും ഉമ്മയ്ക്കും എല്ലാമായിരുന്ന പ്രിയപ്പെട്ട മകൻ ആ മകന്റെ അടുക്കലെത്തിയിട്ട് അസ്സലാമു അലൈക്കും എന്ന് പ്രിയപ്പെട്ട പൊന്നുമോന്റെ ചാരത്തെത്തിയിട്ട് ജനാസയുടെ മുന്നിൽ വെച്ചുകൊണ്ട് പറയണമെങ്കിൽ നല്ല തഖ്വയോടുകൂടിയുള്ള ജീവിതം അവർ നയിക്കുന്നത് കൊണ്ടാണ്. പരിപൂർണമായി ഇസ്ലാമികമായ മറപാലിച്ച് അവരിപ്പോൾ ഇരിക്കുകയാണ്. ആ സഹോദരി മനസ്സിലാക്കണം, നമ്മൾ പൂർണ്ണ ഗർഭിണിയായ പെണ്ണ്. അള്ളാഹു ആ സഹോദരിക്ക് ക്ഷമപ്രദാനം ചെയ്യുമാറാവട്ടെ. ആ കുടുംബത്തിന് അള്ളാഹു ഹൈറായ പകരക്കാരനെ നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നലെ അവിടുത്തെ 3 ആയിരുന്നു. ഞാൻ ആ ദുആയിനും ഉണ്ടായിരുന്നു ഇന്നലെ. കാരണം ഇന്നലെ എനിക്ക് പ്രഭാഷണം അടുത്ത് തന്നെയായിരുന്നു, കുണ്ടറയായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അസറിന് ശേഷം അവിടെ പോകാൻ പറ്റി, ദുആ ചെയ്യാൻ പറ്റി. ഞാൻ സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, മനസ്സിലാക്കണം, നമുക്ക് ഇന്ന് ക്ഷമ ഇല്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അക്ഷമ കാണിക്കുന്നവരായി നമ്മൾ മാറി. ഒരു ചെറിയ വിഷയം ഉണ്ടായാൽ മതി, അപ്പൊ തന്നെ 10 പേരുടെ മുന്നിൽ തന്നെ സീൻ സൃഷ്ടിക്കുന്ന ഒരു കാലഘട്ടം. അങ്ങനെ കാണിച്ചെങ്കിൽ മാത്രമേ തനിക്ക് തന്റെ പ്രിയപ്പെട്ട പ്രിയതമനോട് അല്ലെങ്കിൽ ഭർത്താവിനോട് കുടുംബത്തോട് സ്നേഹമുള്ളവരാള് എന്ന് ജനങ്ങൾ മനസ്സിലാക്കൂ എന്ന് തെറ്റിദ്ധരിച്ച കാലഘട്ടം മാറ്റണം. നമ്മൾ ആ ചിന്തയൊക്കെ മാറ്റണം. 35 മക്കൾ മരണപ്പെട്ടു പോയിട്ടും പതറുന്നില്ല മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. എന്തിനാണ് പതറുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആൺമക്കളെല്ലാം ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയവരാണ്. എന്നിട്ടും മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പതറിയില്ല, മുത്തുനബി പതറിയില്ല. ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്ഷമിച്ചില്ലയോ, സഹിച്ചില്ലയോ? എല്ലാ ആൺമക്കളും ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയി മുത്തുനബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം. 35 മക്കളെന്നൊക്കെ പറഞ്ഞാൽ നിസാരമല്ല. എന്താണ് പറയുന്നത്? നിസാരമാണോ? 35 മക്കൾ മരണപ്പെട്ടു പോവാൻ. ഈ മരണം വഹിക്കുമ്പോഴും അദ്ദേഹം അൽഹംദുലില്ലാ എന്ന വചനമല്ലാതെ മറ്റൊന്നും പറഞ്ഞിരുന്നില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. തീർച്ചയായും നാം അല്ലാഹുവിൽ നിന്നുള്ളതാണ്, അവനിലേക്കാണ് നമ്മുടെ മടക്കം. പറയുന്നു അൽഹംദുലില്ലാ, ചേർത്ത് പറയുന്നു. അല്ലാഹുവിനാണ് സർവസ്തുതിയും. അതുകൊണ്ട് റബ്ബ് എവിടെ എത്തിച്ചു? നിങ്ങൾ നോക്കി, ചരിത്രം പരിശോധിച്ച് നോക്കി. ചെറുപ്പത്തിലെ മക്കൾ മരണപ്പെട്ടു പോയ വ്യക്തികളൊക്കെ സമൂഹത്തിൽ സമുന്നതമായ പദവി അലങ്കരിച്ചിട്ടുണ്ടാവും. പദവിയിൽ ക്ഷമിച്ചവർക്ക്, മക്കൾ ചെറുപ്പത്തിലെ മരണപ്പെട്ടു പോയവർക്കൊക്കെ പദവി കിട്ടുമെന്ന് പറഞ്ഞ് നാളെ കഷായം കലക്കി മക്കൾക്ക് കൊടുക്കാൻ നിൽക്കണ്ട. കണ്ട, ഉസ്താദ് പറഞ്ഞായിരുന്നു മക്കൾക്ക് മക്കൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വലിയ പദവിയാണ്. ഹൈവാന്മാര് മരിക്കുന്നുമില്ല. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഒരു പെണ്ണ് ചെയ്തില്ല, അതേപോലെ കഷായം കലക്കി അങ്ങ് കൊടുത്ത് ജ്യൂസിനകത്ത്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ.
അങ്ങനെ ചെയ്യണ്ട. ഞാൻ പറഞ്ഞു വന്നത് സ്വമേധയുള്ള മരണം സംഭവിച്ചാൽ അവർക്ക് കിട്ടുന്ന നേട്ടം ചെറുതല്ല, വലുതാണ്. ക്ഷമിക്കേണ്ട സമയത്ത് ക്ഷമിക്കണം. എല്ലാ നെഞ്ചത്തടിച്ച് കരച്ചിലും വിഷയമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ക്ഷമിക്കാൻ നിൽക്കുകയല്ല. ചുരുക്കത്തിൽ മുഹൈദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പിന്നീട് 40 കൊല്ലം ദർസ് നടത്താൻ 51-ാമത്തെ വയസ്സ് മുതൽ 91-ാമത്തെ വയസ്സ് വരെ പഠിച്ച 32 കൊല്ലം കൊണ്ട് പഠിച്ച അറിവ് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി നിലകൊണ്ടു. 91 വയസ്സ് വരെ താൻ പഠിച്ച കലാലയമാകുന്ന ബഗ്ദാദിലെ നിസാമിയ യൂണിവേഴ്സിറ്റിയിൽ ജനങ്ങൾക്ക് അറിവ് പകർന്നു കൊടുക്കാൻ വേണ്ടി അദ്ദേഹം അവിടെ തന്നെ കർമ്മനിരതനായി നിലകൊണ്ടു. അദ്ദേഹത്തിന്റെ അന്നത്തെ ക്ലാസ് കേൾക്കാൻ 1,00,000 പേരായിരുന്നു പങ്കെടുത്തിരുന്നത്. 1,00,000 ആളുകൾ. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത, ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നവനും ഏറ്റവും ബാക്കിൽ നിൽക്കുന്നവനും അദ്ദേഹത്തിന്റെ ശബ്ദം എത്തിയിരുന്നു എന്നാണ്. അതാണ് അദ്ദേഹത്തിന്റെ കറാമത്തിൽ 1-ാം നമ്പർ. മൈക്ക് സിസ്റ്റം ഒന്നുമില്ല, ഇന്നത്തെ പോലെ മൈക്ക് സിസ്റ്റം ഒന്നുമില്ല. 1000 കൊല്ലം മുമ്പുള്ള കഥയാണ് ഈ പറയുന്നത്. ഏറ്റവും ബാക്കിൽ നിൽക്കുന്നവനും ഫ്രണ്ടിൽ നിൽക്കുന്നവനും ഒരേ സ്വരത്തിൽ കേൾക്കും, എല്ലാവർക്കും ഒരേ ശബ്ദത്തിൽ. ഇന്ന് നമ്മൾ മൈക്കും ബോക്സും ഒക്കെ വെച്ചിട്ടാണ് ഈ ശബ്ദം. മുമ്പ് അതൊരു സംഭവമില്ല. നമ്മൾ ഹറമിൽ പോയി നിസ്കരിച്ചിട്ടുള്ളവർക്കറിയാം, ഫ്രണ്ട് സഫിൽ നിൽക്കുന്നവനും ഏറ്റവും ബാക്കിൽ സഫിൽ നിൽക്കുന്നവനേക്കും ഇമാമിന്റെ ഓത്ത് ഒരേപോലെ കിട്ടും. അത് അവിടുത്തെ സൗണ്ട് സിസ്റ്റത്തിന്റെ പ്രത്യേകതയാണ്. ഇതേപോലെ മുഹൈദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് സംസാരിച്ചാൽ ഫ്രണ്ടിൽ നിൽക്കുന്ന ശിഷ്യനും ഏറ്റവും ബാക്കിൽ നിൽക്കുന്ന 1,00,000 ആളുകൾക്കും മുഴുവൻ ആളുകൾക്കും എത്തുമാറുള്ള ശബ്ദ ഗാംഭീര്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം അലമുറയൊന്നും ഇടുന്നില്ല, സാധാരണ സംസാരിക്കുന്നവരെ സംസാരിക്കാൻ. പക്ഷെ റബ്ബ് അതവിടെ അങ്ങനെ എത്തിക്കും എല്ലാവർക്കും. അത് അദ്ദേഹത്തിന്റെ അമാനുഷികമായ കഴിവാണ്. 5000-ലേറെ ആളുകൾ, ക്രൈസ്തവ മതത്തിലും ജൂതമതത്തിലുമുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ കൈക്ക് പിടിച്ചിട്ട് ഷഹാദത്ത് കലിമ ചൊല്ലി അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ഈമാൻ പുൽകി. 1,00,000-ൽ പരം ആളുകൾ കള്ളുകുടിച്ചും കഞ്ചാവടിച്ചും ലഹരി നുണഞ്ഞും അശ്ലീലമായ ലോകത്തേക്ക് ശരീരം കൊണ്ടുപോയി വ്യഭിചരിക്കും ചെയ്തിട്ടുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് തൗബ ചെയ്തു മടങ്ങി. മേലിൽ അത്തരത്തിലുള്ള പ്രവണതകൾ ഞങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവരുടെ കൈക്ക് പിടിച്ച് ബൈഅത്ത് ചെയ്തുകൊണ്ട് വിശുദ്ധമായ ഇസ്ലാമിന്റെ ശാദ്വല തീരത്തേക്ക് പരിപൂർണമായി വന്നണഞ്ഞു. എന്താണ് ഇതിന് കാരണം? അദ്ദേഹത്തിന്റെ ഈമാനിന്റെ പ്രഭയാണ്. മാത്രമല്ല, പ്രഭാഷണം കഴിയുമ്പോൾ 2-3 ആളുകളെങ്കിലും ചുരുങ്ങിയത് ബോധരഹിതരായി വീഴുമായിരുന്നു പ്രഭാഷണത്തിന്റെ ഗാംഭീര്യം കൊണ്ട്. 70 പേരെ വലത്തുവശത്ത് നിർത്തും, 70 പേരെ ഇടതുവശത്ത് നിരത്തി നിർത്തും, 140 പേരെ കൊണ്ടുവന്ന് നിർത്തും. തന്റെ ഏറ്റവും വലിയ ശിഷ്യഗണങ്ങളായിരിക്കും അത്. തന്റെ കൂടെ പഠിച്ചിട്ടുള്ള ശിഷ്യഗണങ്ങളിൽ ഏറ്റവും അടുത്ത് തന്നോടൊപ്പം പെരുമാറുകയും ദീനിന്റെ ശിആറുകളെ പരിപൂർണമായി മുഖവിലേക്കെടുക്കുകയും ചെയ്യുന്നതായ 140 പേരെ വിളിച്ചിട്ട് 70 പേരെ വലത്തുമിരുത്തും, 70 പേരെ ഇടത്തുമിരുത്തും. എന്നിട്ട് വലത്തിരുത്തിയവരിൽ നിന്ന് വലത്ത് മുതൽ ഇടത്ത് വരെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കണ്ണുകൊണ്ടിങ്ങനെ നോക്കുകയുള്ളൂ. അവർ ഓരോരുത്തരും വിലായത്തിന്റെ സമുന്നതമായ പദവി അലങ്കരിക്കുന്നവരായി മാറും. ഇടത്തിരിക്കുന്നവരെയും അതേപോലെ ഇടത്തു ഭാഗത്ത് നിന്ന് വലത്തേക്ക് ഇങ്ങനെ നോക്കുകയുള്ളൂ. എല്ലാവരും ഒരൊറ്റ നോട്ടം കൊണ്ട് തന്നെ വലിയായി മാറും, ഔലിയാക്കളായി മാറും. അല്ലാഹ്, നോട്ടം കൊണ്ട് അങ്ങനെയൊക്കെ നടക്കുമെന്ന്. പിന്നെന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈക്ക് പിടിച്ച് ഷഹാദത്ത് കലിമ ചൊല്ലിയവന് കിട്ടുന്ന പദവി ഏതാ? സ്വഹാബിയാണ്, റളിയല്ലാഹു അൻഹും എന്ന പദവിയാണ് അവർക്ക് കിട്ടുന്നത്. അതല്ലേ നമ്മൾ ചില മഹാന്മാരായ ഉസ്താദുമാരെ, സമുന്നതരായ ആലിമീങ്ങളെ കണ്ടാൽ തന്നെ, മുഖം കണ്ടാൽ തന്നെ നമ്മൾ തന്നെ പറയും, ആള് നല്ല സ്വാലിഹായ മനുഷ്യനാണ്, ആ മുഖം കണ്ട മനസ്സിലാവും. അല്ലെ? പറയലില്ലേ? ഉണ്ടല്ലോ, അവരുടെ മുഖത്ത് നിന്ന് പ്രകാശം ഉദിച്ചു വരുന്ന പോലെ ആ മുഖം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അദ്ദേഹം നല്ല മനുഷ്യനാണ്, സ്വാലിഹായ മനുഷ്യനാണ്. വലിയ വലിയ സാദാത്യങ്ങളെ, സയ്യിദന്മാരെ കണ്ടാൽ തന്നെ നമുക്ക് വലിയ സന്തോഷമാണ്, മനസ്സ് നമുക്ക് വല്ലാത്ത ആനന്ദമാണ്. അല്ലേ? അപ്പൊ പിന്നെ പറയേണ്ടതുണ്ടോ? ഈമാൻ സ്ഫുരിക്കുന്ന വ്യക്തിത്വമല്ലേ മുഹൈദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു. തന്റെ ജീവിതത്തിൽ ഒരു കളവ് പോലും പറയാത്ത വ്യക്തിത്വം. സാധിക്കുമോ സഹോദരങ്ങളെ നമുക്കങ്ങനെ ആകാൻ? ആരാണ് വലിയ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ الذين آمنوا وكانوا يتقون الذين آمنوا وكانوا يتقون
لهم البشرى في الحياة الدنيا وفي الآخرة لا تبديل لكلمات الله ذلك هو الفوز العظيم. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. ഔലിയാക്കൾ എന്ന വിഭാഗം ഈ ലോകത്തില്ല എന്ന് പറയുന്ന മുസ്ലിമീങ്ങളുണ്ടോ? ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങൽ നിർബന്ധമാണ്. കാരണം ഖുർആനിൽ സ്ഥിരപ്പെട്ടതാണ്, ഔലിയാക്കൾ എന്ന വിഭാഗം ഉണ്ട് സോദരാ. അലാ, അറിയണേ, പഠിക്കണേ സോദരാ. ഓയൂരിലുള്ള പ്രിയപ്പെട്ട ഉമ്മ ഉപ്പ, നിങ്ങൾ അറിഞ്ഞു വെക്കണേ, ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഔലിയാക്കൾ, അല്ലാഹുവിന്റെ മഹത്തുക്കളാകുന്ന സച്ചരിതരമാകുന്ന ഔലിയാക്കൾ, അവർക്കൊരു ഭയപ്പാടുമില്ല, ഒരു ഭയപ്പാടുമില്ല. നാളെ വരാനിരിക്കുന്ന ലോകത്തെ പറ്റി ഒരു ഭയപ്പാടുമില്ല. വലാഹും യഹ്സനൂൻ, കഴിഞ്ഞുപോയ ലോകത്തെ പറ്റി ഒരു ദുഃഖവും അവർക്കില്ലേ ഇല്ല. വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്തിയാൽ, വലിയായി തീർന്നാൽ അവരുടെ അവസ്ഥയാണ് ഈ പറയുന്നത്. വലിയായി തീർന്നാൽ നാളെയുടെ ലോകത്തെ പറ്റി ഒരു ചിന്തയില്ല, ഒരു ഭയപ്പാടുമില്ല. NRC വരുവോ, CA നടപ്പാവോ, അങ്ങനെ ഉണ്ടാവോ, ഇങ്ങനെ ഉണ്ടാവോ, ഒരു പേടിയുമില്ല. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ, അവരുടെ മദ്ഹബ് അതാണ്. അള്ളാഹുവിനെ പേടിക്കുന്നവനെ ലോകം മുഴുവൻ പേടിക്കും. ഹബീബ് മുഹമ്മദ് മുസ്തഫ നബി തങ്ങളുടെ അധ്യാപനമാണ്. അതുകൊണ്ട് തന്നെ പടച്ചറപ്പിനെ പേടിച്ച് നിലകൊള്ളുകയാണ് അവർ. ഒരു സൃഷ്ടിയെയും അവർക്ക് പേടിയില്ല, ഒരാളെയും പേടിയില്ല, ഒരു മനുഷ്യനെയും ഒരു ഭയപ്പാടുമില്ല. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അക്കൂട്ടത്തിൽ പെട്ടവരാണ്. അല്ലാഹു അല്ലാതെ മറ്റൊരു സൃഷ്ടിയെയും ഭയക്കാതെ ജീവിക്കുന്നവരാണ്. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അവരുടെ അവസ്ഥ ഈ രീതിയിൽ എത്തിപ്പെടുന്നതാണ്. നമസ്കരിക്കുന്നതിലൂടെ, നോമ്പ് പിടിക്കുന്നതിലൂടെ, സക്കാത്ത് കൊടുക്കുന്നതിലൂടെ, ഹജ്ജ് ചെയ്യുന്നതിലൂടെ, അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് സന്മാർഗപരമാകുന്ന ജീവിതം നയിക്കുന്നതിലൂടെ വിലായത്തിന്റെ മർത്തബയിലേക്ക് നീ എത്തിക്കഴിഞ്ഞാൽ നിനക്ക് കിട്ടുന്ന ക്വാളിറ്റി, നീ എത്തിച്ചേരുന്ന പദവിയാണ്, ഒരാളെയും നിനക്ക് ഭയമില്ല അല്ലാഹുവിനെയല്ലാതെ. അല്ലാഹുവിനല്ലാതെ വേറെ ആരെയും പേടിക്കൂല. മാത്രമല്ല വലാഹും യഹ്സനൂൻ, ഒരു ദുഃഖമോ പ്രയാസമോ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയേ ഇല്ല. എന്ത് വിഷയം വന്നാലും അള്ളാഹുവിൽ നിന്നുള്ളതാണെന്നുള്ള ചിന്തയാണ്. മക്കൾ മരണപ്പെട്ടോ, വിഷയമില്ല. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് അടുക്കൽ വന്നിട്ട് പറയാൻ, ഭാര്യ പ്രസവിച്ചു. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അൽഹംദുലില്ലാ. കുറച്ച് കഴിയുമ്പോൾ വന്നിട്ട് പറയുന്നു, ക്ലാസ് കഴിയുമ്പോൾ തന്നെ, ഉസ്താദേ നേരത്തെ പ്രസവിച്ചെന്ന് പറഞ്ഞില്ലേ, ആ കുട്ടി മരണപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ബഹുമാനപ്പെട്ടവർ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അൽഹംദുലില്ലാ. ശരിയില്ല, അവരുടെയൊക്കെ മനസ്സതാണ്. അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. ആരാണ് ബഹുമാനപ്പെട്ട ഔലിയാക്കൾ എന്നറിയണേ? അവർ സത്യവിശ്വാസം പരിപൂർണമായി ഉൾക്കൊള്ളുന്നവരാണ്, ഈമാനിന്റെ നിറകുടങ്ങളാണ്. വകാനൂ യത്തഖൂൻ, അവർ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് ഭയത്തോടുകൂടി ജീവിക്കുന്നവരായ ആളുകളാണ്. നല്ല ഭയഭക്തിയോടുകൂടി ജീവിക്കുന്ന ആളുകളാണ്. അവരാണ് ആര്? വലിയ എന്ന് പറയുക. ശരിക്കും ശ്രദ്ധിക്കണേ. ഇന്ന് വലിയ എന്ന് പറഞ്ഞുകൊണ്ട് ചമഞ്ഞ് നമുക്കിടയിൽ നിലകൊള്ളുന്ന, ശരീരത്തിൽ പച്ച പുതച്ച് കൈവരകൾ മുഴുവനും 50 മോതിരമിട്ട് ഏതെങ്കിലും മക്കാമിൽ ഒരു മയിലിന്റെ പീരിയും എടുത്തു വെച്ചുകൊണ്ട് ആളുകളെ തലയിലടിക്കാനിരിക്കുന്ന കള്ളശേഖന്മാരെ, വ്യാജസിദ്ധന്മാരെ സമൂഹം ഇന്ന് ധാരാളം കാണുന്നുണ്ട്. അത്തരത്തിലുള്ള വ്യാജ ജിന്നുമ്മമാരെ, ജിന്നപ്പമാരുടെ സവിധത്തിൽ നിങ്ങൾ പോകാൻ പാടില്ല, നിങ്ങൾ അവരെ കൂടാൻ പാടില്ല. വർഷങ്ങൾക്കിപ്പുറം, 1000 വർഷങ്ങൾക്കിപ്പുറം മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോ, ബഹുമാനപ്പെട്ടവരെ പോലെ വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്തിയതാകുന്ന മഹത്തുക്കളുടെ പാത പിന്തുടർന്നുകൊണ്ട് സംശുദ്ധമായ ജീവിതം നയിക്കേണ്ടതിന് പകരം നമസ്കരിക്കാതെ, നോമ്പ് പിടിക്കാതെ, സക്കാത്ത് കൊടുക്കാതെ, ഹജ്ജ് ചെയ്യാതെ, ഉംറ ചെയ്യാതെ
പാവപ്പെട്ടതാകുന്ന മുസ്ലിം സഹോദരങ്ങളുടെ സഹോദരിമാരുടെ സമ്പത്ത് ചൂഷണം ചെയ്തുകൊണ്ട് ജീവിക്കുന്നതായ ആത്മീയ ചൂഷകന്മാര് വിലസുന്നതായ കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് കഴിഞ്ഞു പോകുന്നത് എന്ന് മനസ്സിലാക്കണം. സമ്പത്ത് അത്രമേൽ ജനങ്ങളുടെ കൊയ്തെടുക്കുന്നുണ്ട് ആ വിഭാഗം ആളുകൾ. എല്ലാത്തിലും ഉണ്ട് വ്യാജം. ഭക്ഷണത്തിൽ മായം കലർത്തി വ്യാജം കച്ചവടം ചെയ്യുന്നത് പോലെ, വ്യാജ ഡോക്ടർമാര് ഭൗതിക ചികിത്സയ്ക്ക് നിൽക്കുന്നത് പോലെ മനുഷ്യന്റെ ആത്മീയ ചികിത്സയ്ക്കും വ്യാജന്മാർ അധികരിച്ച കാലഘട്ടം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. കാതിൽ കിടക്കുന്ന കമ്മലും കൈകളിൽ കിടക്കുന്ന വളകളും മോതിരങ്ങളും കാതിൽ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളും കാലിലുള്ള പാദസരവും ഒക്കെ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ വരെ ആത്മീയ ദൂഷകന്മാരുടെ കാൽപാദങ്ങളിൽ കൊണ്ടുപോയി വെച്ച് സുജൂദിൽ കിടക്കുന്ന എത്രയോ മുസ്ലിം സഹോദരിമാര് തട്ടമിട്ട മംഗമാരുള്ള കാലഘട്ടം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ശരിക്കും ശ്രദ്ധിക്കണം. ഒരാളും പോകാൻ പാടില്ല. മുസ്ലിം സമൂഹത്തിൽപ്പെട്ടതാകുന്ന ഒരു വ്യക്തിയും ജ്യോത്സ്യനെ സമീപിക്കാൻ പാടില്ല. മുസ്ലിം സമൂഹത്തിൽപ്പെട്ടവർ ശരിക്കും ശ്രദ്ധിക്കണം. എന്തിനാണിത്? യഥാർത്ഥ വിലായത്തുള്ള മഹത്തുക്കളാകുന്ന മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിനെ നമ്മൾ അംഗീകരിക്കുന്നു, അവരെ അനുസ്മരിക്കുന്നു, അവരുടെ അവദാനങ്ങൾ വാഴ്ത്തുന്നു, അവരുടെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് മഹത്തരമാകുന്ന നിലയിൽ റബീഉൽ ആഖിറിൽ വർഷാവർഷം നമ്മുടെ മഹല്ലിന്റെ നേതൃത്വത്തിൽ, സമുന്നതരായ ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ നമ്മൾ റാത്തീബ് ഓതുന്നു, ഖുതുബിയ്യത്ത് നടത്തുന്നു, മുഹ്യിദ്ദീൻ ശൈഖിന്റെ ആണ്ട് കഴിക്കുന്നു. അടക്കട്ടെ, സുത്യർഹമായ സേവനങ്ങളാണ്. അതിനെ നമ്മൾ സഹകരിക്കും. സമ്പത്ത് കൊണ്ടുപോയി അല്ലാതെ മറ്റുള്ള ആത്മീയ ചൂഷകരുടെ കൈവശം നൽകരുത്. കാരണം എല്ലാത്തിലും വ്യാജമുള്ള കാലഘട്ടമാണ്. നിങ്ങളത് തിരിച്ചറിയുക പ്രയാസമാണ്. എവിടെയെങ്കിലും ഒരു റാത്തീബ് നടക്കുന്ന മജ്ലിസ് കണ്ടിട്ട് ഇതൊക്കെ മൊയ്തീൻ ശൈഖിന്റെ റാത്തീബാണ്, ഇവിടെ കൊണ്ടു കൊടുക്കാൻ പാടില്ല. ആരാണ് അവിടെ നടത്തുന്നത്? ഏതിന്റെ വിഷയത്തിലാണ്? കള്ള ത്വരീക്കത്തുകളിൽ നിന്ന് ഉടലെടുക്കുന്ന കാലഘട്ടം. യഥാർത്ഥ ത്വരീക്കത്തുകളെ പോലും വ്യാജമായി സമൂഹത്തിൽ കാണിക്കുന്ന കാലഘട്ടം. ഏതാണ് സത്യം, ഏതാണ് അസത്യമെന്ന് പോലും സാധാരണക്കാർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത കാലഘട്ടം. എന്തിനേറെ ആലിമീങ്ങൾ പോലും അത്തരത്തിലുള്ളതാകുന്ന ആളുകൾക്കിടയിൽ പെട്ടുപോയ കാലഘട്ടം. എത്ര ആളുകൾ ഈമാൻ തെറ്റിപ്പോയവർ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. യഥാർത്ഥ തരീഖത്തുണ്ട്. മുഹ്യിദ്ദീൻ ശൈഖിന്റെ ഖാദിരിയ തരീഖത്തുണ്ട്. ബഹുമാനപ്പെട്ട ഖദാ ജിസ്തി തങ്ങളുടെ ജിസ്തി തരീഖത്തുണ്ട്. നഖ്ശബന്ദി തരീഖത്തുണ്ട്. പക്ഷെ ഈ ത്വരീഖത്തുകളിലൊക്കെ വ്യാജം ചേർത്തുകൊണ്ട് സമൂഹത്തിൽ ഇന്ന് ഒരുപാട് ആളുകൾ വ്യാജ ജിന്നുമ്മയും ജിന്നുപ്പയുമായി തലയെക്കെട്ടണിഞ്ഞുകൊണ്ട് നിലകൊള്ളുന്നവർ സമൂഹത്തിലുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു കാക്കുമാറാവട്ടെ. ശ്രദ്ധിക്കണം, വളരെപോലെ ശ്രദ്ധിക്കണം. നിസ്സാര കാര്യമല്ല. പഴയതുപോലല്ല. ഇന്ന് വല്ലാതെ കൂടി വരുന്ന ഘട്ടമാണ്. എല്ലാ മുക്കിനും മൂലയിലും ഉണ്ട്. ഏറ്റവും വലിയ ചൂഷകരാരാണ്? അവരുടെ സ്ത്രീകളാണ്. അത് പണ്ടുകാലത്തും അങ്ങനെ ഉണ്ടായിരുന്നു. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് വരുമ്പോ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ മുത്തുനബിയോട് പറഞ്ഞു, നബിയെ സംസാരം താഴ്ത്തണം. നബി ചോദിച്ചു, എന്താ കാര്യം? യാത്ര കഴിഞ്ഞു വരികയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. യാത്ര കഴിഞ്ഞു വരുമ്പോ നബി തങ്ങളുടെ പതിവാണ് ഒരാളെ ദൂതനായി തന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുക. എന്തിനാണത്? ഞാൻ വരുന്നുണ്ട് എന്നുള്ള അറിയിപ്പ് തന്റെ പ്രിയപ്പെട്ട കുടുംബത്തിന് കൊടുക്കാൻ. അങ്ങനെ വേണം. ഇന്നിപ്പോ സർപ്രൈസ് വിസിറ്റിന്റെ കാലഘട്ടമാണ്. വരുന്നത് അറിയിക്കാതെ ഒളിച്ചും പാത്തും വന്ന് രാത്രി പതുങ്ങി വന്നിട്ട് തന്റെ ജനലിൽ കിടക്കുന്നതാകുന്ന കർട്ടൻ മാറ്റിയിട്ട് ഒളിഞ്ഞു നോക്കണം. ആര്? ഭർത്താവ് തന്നെ കിടപ്പറയിലേക്ക് ഭാര്യയുടെ കൂടെ വേറെ വല്ലത്തിന്റെ കാല് കാണുന്നുണ്ടോ? ഇതാണ് കാലഘട്ടം. ഇത്ര നാണം കെട്ട ഏർപ്പാട് നമ്മുടെ സമൂഹത്തിലില്ലാതെ എവിടെയുള്ളത്? ഒളിച്ചും വാങ്ങിയും വരിക. എന്നിട്ട് സംശയരോഗം വെച്ച് പുലർത്താൻ. ആരെ? തന്റെ പ്രിയപ്പെട്ടതാകുന്ന 4 മക്കൾക്ക് ജന്മം നൽകിയ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യ സംശയത്തോടുകൂടി കാണുന്ന കണ്ണുണ്ടെങ്കിൽ ആ കണ്ണിനെയാണ് ചികിത്സിക്കേണ്ടത്. ആ വരാനുള്ള മോശമാക്കപ്പെട്ടതാകുന്ന ഹൃദയം നിനക്കുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള നോക്കുണ്ടെങ്കിൽ ആ ഹൃദയത്തെ നീ ചികിത്സിക്കണം ആത്മീയപരമായി. അതിനാണ് ചികിത്സ വേണ്ടത്. സഹോദരിമാർക്കും ഉണ്ടത്. എങ്കിൽ നിങ്ങൾ ചികിത്സ നടത്തേണ്ടത് നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങളുടെ ശരീരത്തിലുമാണ്. അല്ലാഹു ആക്കുമാറാവട്ടെ. സർപ്രൈസ് വിസിറ്റിന്റെ കാലഘട്ടം. ഗൾഫിൽ നിന്ന് വരുന്നത് ഭർത്താക്കന്മാരാരും പറയാതെ വരികയാണ്. ദുബൈയിൽ നിന്ന്, ഒമാനിൽ നിന്ന്, ഖത്തറിൽ നിന്ന്, UAE നിന്ന്, ബഹ്റൈനിൽ നിന്നൊക്കെ വരികയാണ്. എന്നിട്ട് രാത്രി ഉറങ്ങിക്കിടക്കുന്ന ഭാര്യയും മക്കളെയും മാതാപിതാക്കളെയും വിളിച്ചുണർത്തിയിട്ട് ചാടി പിടിച്ച് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ. എന്ത് വേറെ ഈത്തേക്ക് അങ്ങനെ ഒലിപ്പിച്ചിങ്ങനെ ഇരിക്കുക. അവനെ മോന്തയ്ക്ക് വെച്ച് നല്ല തേച്ചം കൊടുത്ത് ആഹത്തായി ഹയവാൻ രാത്രി കയറി വന്നിരിക്കുക. പാതിരാത്രി 2:30 സർപ്രൈസ്. വരുമ്പോ തന്നെ ഒരു മൊബൈലും തൂക്കി പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്. യൂട്യൂബ് ലൈവ്.
ഇതിലൂടെ ഉമ്മായും പെങ്ങളെയൊക്കെ കാണിച്ചിട്ട് 10 രൂപ കിട്ടുകയും വേണം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഗൾഫിൽ നിന്ന് വരുമ്പോഴേ മോണിറ്റേഷൻ ഓണാക്കി വരുന്ന വഴിയും എയർപോർട്ടും കാര്യങ്ങളും ഫ്ലൈറ്റും അവിടുന്ന് വിട്ടതും ഇവിടെ നിന്ന് ഇറങ്ങിയതും ഡിപ്പാച്ചറായതും ഒക്കെ കാണിച്ചിട്ടാണ് വരുന്നത് തന്നെ. ആണമില്ലല്ലോ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഇപ്പൊ അത് മാറി പെണ്ണുങ്ങൾ അങ്ങോട്ട് കൊടുക്കാൻ. ദുബൈയിലിരിക്കുന്ന ഭർത്താവ് ജോലി ചെയ്തുകൊണ്ടിരിക്കും, അവന്റെ പുറകിലൊരു ഞോണ്ടൻ തിരിഞ്ഞു നോക്കുമ്പോണ്ട് ഭാര്യ. നീ എന്താ ഇവിടെ? സർപ്രൈസ്. അതാണ് ഇപ്പോഴത്തെ കാലം. ഇപ്പൊ അതും മാറി. കഴിഞ്ഞ ദിവസം വേറൊരു വീഡിയോ കിടക്കുന്നു. ആരാണ് ചെന്നേക്കുന്നത്? വാപ്പയും ഉമ്മയും ഗൾഫിൽ പോയിട്ട് മക്കൾക്ക് അങ്ങോട്ട് പോയിട്ട് സർപ്രൈസ് കൊടുക്കാൻ, മക്കളെ അറിയിക്കാതെ. മുമ്പ് ഇവിടുന്ന് അങ്ങോട്ട് അപ്പുറത്തോട്ട് പോകുമ്പോൾ പേടിച്ചിരുന്ന പ്രിയപ്പെട്ട ഉമ്മ തന്നെ ഒരു പേടിയില്ലാതെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിട്ട് അവിടെ പോയി അക്കരെ പോയിട്ട് മക്കൾക്ക് സർപ്രൈസ് കൊടുക്കുന്ന കാലഘട്ടം. ഇതൊന്നും ദീനിപ്പെട്ടതല്ല. ദീനിന്റെ അടിസ്ഥാനത്തിലേക്ക് നിങ്ങൾ ആരും ഇതിനെ ചേർക്കുകയും വേണ്ട. അതൊക്കെ വേറെ ആരുടെയെങ്കിലും ചെയ്തികൾ, മറ്റുള്ളതാകുന്ന മതത്തിൻ്റെതാകുന്ന ചിഹ്നങ്ങൾ, അത് ഇസ്ലാമിലേക്ക് ചേർക്കാൻ പാടില്ല. ശുദ്ധ ഇസ്ലാമിന്റെ രീതി നേരത്തെ തന്നെ അറിയിച്ചിട്ട് ചെല്ലലാണ്. ആണ് പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങനെ അറിയിച്ചിട്ടാണ് ചെല്ലുന്നത്. പള്ളിയിൽ ചെന്ന് 2 റക്അത്ത് നിസ്കരിക്കും. വീട്ടിലേക്ക് ചെന്നപ്പോൾ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറഞ്ഞു, നബിയേ എന്താ കാര്യം? മറക്കപ്പുറത്തൊരു പെണ്ണ് വന്നിട്ടുണ്ട്. വഹിയ ആബിദ, നല്ല ഇബാദത്തെടുക്കുന്ന സ്ത്രീയാണ്. ആരാ പറയുന്നത്? മുസ്ലിം സ്ത്രീകളിൽ ഏറ്റവും അത്യുത്കൃഷ്ട വനിതയായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ ലീഡർ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഹദീസുകൾ സ്ത്രീകളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കഴിഞ്ഞാൽ രണ്ടാമത് ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്ത മഹദിയാകുന്ന ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയാണ് പറയുന്നത്, വഹിയ ആബിദ, വലിയ ആബിദത്തായ നല്ല തഖ്വയുള്ളൊരു പെണ്ണപ്പുറത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നബിയെ മൗനം അവലംബിക്കാൻ. നബി ചോദിച്ചാൽ എന്താ അവർ ചെയ്യുന്നത്? അവ പറഞ്ഞു, എല്ലാ ദിവസവും ശുദ്ധിയുള്ള സമയത്ത് മുഴുവൻ നോമ്പാണ്, രാത്രി മുഴുവൻ നിസ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖം വല്ലാതെ ചുവക്കുകയാണ്. ദേഷ്യം കൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, മഹ് ചെയ്യരുത്, ചെയ്യരുത്, മഹ് നിർത്തിക്കോണം. അലൈകുൻ നബിമാ തുത്ഖിന, നിങ്ങൾക്ക് കഴിവായത് ചെയ്താൽ മതി എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആരാധനയിൽ പോലും മിതത്വം പാലിക്കൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഓവറാക്കാതെ നിങ്ങളോട് പറഞ്ഞത് മാത്രം ചെയ്താൽ മതി, നിങ്ങളോട് പറഞ്ഞതനുസരിക്കൻ. അല്ലാതെ ശുദ്ധിയുള്ള എല്ലാ സമയത്തും പകല് നോമ്പ്, രാത്രി മുഴുവൻ നിസ്കാരം, ഇതൊന്നും ദീൻ പഠിപ്പിക്കുന്നതല്ല. അത് ശരീരത്തെ ക്ഷീണിപ്പിക്കുന്നതാണ്, ചെയ്യാൻ പാടില്ല. അലൈകുന്ന ബിമാ തുത്ഖിന, കഴിവാകുന്നത് മാത്രമേ ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞ് പരിശുദ്ധ പ്രവാചകൻ വിലക്കുകയാണ്, വിലക്കേർപ്പെടുത്തി. നിങ്ങൾ നോക്കണം, ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹയെ പോലും ആ പെണ്ണ് വീഴ്ത്തിയിട്ടുണ്ട്. അവിടെ വന്നിരുന്നിട്ട് സ്ഥാനം കാണിച്ചിട്ടുണ്ട്. അതാണ് ഇന്നത്തെ സഹോദരിമാർക്കും എത്തിയത്. കയറി ചെല്ലുന്ന ജിന്നുമ്മയുടേതാകുന്ന തലയെ കെട്ടും, അവരുടെ തലയെ തുണിയും, അവരുടെ ദിക്കറും ഭയങ്കരമായി 2 ബൈത്തുമൊക്കെ ചെല്ലുന്നത് കാണുമ്പോ ഇത് കണ്ടുകൊണ്ട് ഭയപ്പെടുകയാണ് മുസ്ലിം സഹോദരിമാർ. അല്ലോ, വലിയ ഇബാദത്തുള്ള സ്ത്രീയാണ്, ഭയങ്കര സംഭവമാണ്, തഖ്വയുള്ള പെണ്ണാണ്. കയ്യിൽ കിടക്കുന്ന വള ഊരി കൊടുക്കുന്നു, മോതിരം ഊരി കൊടുക്കുന്നു, തല കൊണ്ടുവന്ന് സുജൂദ് വെച്ച് കൊടുക്കുന്നു, ആള് ദൈവങ്ങളുടെ മുന്നിൽ അടിയറവ് പറയുന്നു മുസ്ലിം സഹോദരിമാർ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ അതാ കാഹിനാ ഫസദ്ദഖഹു ബിമാ യഖൂലു ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. ആരൊരുവൻ ജ്യോത്സ്യന്റെ സമീപത്തേക്ക് പോയിട്ടുണ്ടോ, ജ്യോത്സ്യന്മാരുടെ സമീപത്ത് പോയിട്ട് പ്രശ്നം നോക്കാനാണ്, കുടുംബത്തിന്റെ വിഷമങ്ങൾ പറയാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം സഹോദരിമാര് അത്തരത്തിലുള്ള ആളുകളുടെ സമീപത്തേക്ക് പോയാൽ, മുസ്ലിമായ സഹോദരനോ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന മുസ്ലിമത്തായ സഹോദരിയോ അത്തരത്തിലുള്ള ജ്യോത്സ്യന്മാരുടെ സമീപത്തിൽ പോയിക്കൊണ്ട് ഫസദ്ദഖഹു ബിമാ യഖൂലു, അവര് പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് വാസ്തവീകരിച്ചാൽ, ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആദരവായ പ്രവാചകന്റെ മേൽ ഇറക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധമായ ഖുർആൻ കൊണ്ട് അവർ കളവാക്കിയവരാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, പോകുന്നവരില്ലേ? എത്ര സഹോദരിമാരുണ്ട്. എന്നാ ഇന്ന അടുത്ത് പോയിട്ടൊന്ന് പ്രശ്നം വെച്ച് നോക്കാം, കണക്കിട്ട് നോക്കാം എന്ന് പറഞ്ഞിട്ട് പോവാൻ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അങ്ങനെ പോയി അദ്ദേഹം പറയുന്നതിൽ വിശ്വസിച്ചാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ മേൽ ഇറക്കപ്പെട്ട വിശുദ്ധമായ ഖുർആൻ കൊണ്ട് കളവാക്കിയവനാണെന്ന് ഹബീബ് റസൂലുള്ളാഹി. അതുകൊണ്ട് ശ്രദ്ധിക്കണേ. വ്യാജന്മാർ അധികരിച്ച കാലഘട്ടമാണ്. ആദരവായ പ്രവാചകനെ പറയുകയാണ്, അവസാന കാലഘട്ടമ്പോൾ ഇൽമ ഈ ലോകത്ത് നിന്ന് ഇല്ലാതാക്കപ്പെടും. യുർഫഉൽ ഇൽമു, അറിവ് ഉയർത്തപ്പെടും. അറിവ് ഉയർത്തപ്പെടുക എന്ന് പറഞ്ഞാൽ ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇന്തിസാഅൻ യന്തസിഉഹു മിനൽ ഇബാദ്, അടിമയിൽ നിന്ന് പെട്ടെന്ന് തന്നെ അറിവിനെ ഊരിയെടുക്കുകയല്ല, അറിവിനെ അല്ലാഹു ഊരിയെടുക്കുകയല്ല. വലാകിൻ യഖ്ബിദുൽ ഇൽമ ബിഖബ്ദിൽ ഉലമാ, സമൂഹത്തിലുള്ള നല്ല നല്ല ആലിമീങ്ങളുടെ മരണത്തോടുകൂടി അറിവ് അല്ലാഹു ഇല്ലാതാക്കുകയാണ്. ഹത്താ ഇത്തഖദന്നാസു റൂസൻ ജുഹാല, അറിവില്ലാതെ വരുന്ന കാലഘട്ടത്തിൽ ജനങ്ങൾ വ്യാജന്മാരുടെ പിറകെ പോയാണ്. വ്യാജചിഹ്നന്മാരുടെയും വ്യാജസിദ്ധന്മാരുടെയും സമുദ്രത്തിൽ പോയിക്കൊണ്ട് അവരോട് സങ്കടങ്ങൾ ഉയർത്തുകയാണ്. ഫസുഇലു, വിഷയങ്ങൾ അവരോട് പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾക്ക് എങ്ങനെയെങ്കിലും പ്രതിവിധി വരണമെന്ന് പറയുമ്പോ ഫഅഫ്തു ബിഗൈരി ഇൽമിൻ, വിവരമില്ലാത്ത കാര്യങ്ങൾ കൊണ്ടവർ ഫത്വ തൊടുകയാണ്. കണ്ടില്ലേ നിങ്ങൾ പത്തനംതിട്ടയിലെ ഇലന്തൂർ എന്ന് പറയുന്ന ദേശത്ത് ഭഗൽ സിംഗിനും ലൈലയ്ക്കും സംഭവിച്ചത്? ഷാഫി എന്ന് പറയുന്ന വ്യാജസിദ്ധന്റെ സമുദ്രത്തിൽ പോയി വിഷമങ്ങളും സങ്കടങ്ങളും പറഞ്ഞപ്പോൾ, ഞങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ, 2 സ്ത്രീകളെ നരബലി നടത്തിയാൽ ഐശ്വര്യം കിട്ടുമെന്ന് പറയുകയാണ്. അതിനാദ്യമായി റോസ്ലി എന്ന് പറയുന്ന പെണ്ണിനെ കൊണ്ടുവരുകയാണ്. രണ്ടാമത് പത്മ എന്ന് പറയുന്ന പെണ്ണിനെ കൊണ്ടുവരികയാണ്. 2 പേരെയും കൊണ്ടുവന്ന് മഠത്തിൽ കൊണ്ടുവന്നവരെ ബലിക്കല്ലിൽ നിവർത്തിക്കടത്തി അവരുടേതാകുന്ന മാരടം വിച്ഛേദിക്കുകയാണ്. അവരുടെ കഴുത്തിൽ കടാര വെച്ചുകൊണ്ട് വെട്ടി നുറുക്കുകയാണ്. അവരുടെ ശരീരത്തിലൂടെ പുറത്തേക്ക് നിർഗളിക്കുന്നതായ രക്തത്തുള്ളികൾ യോനിയിലൂടെ പുറത്തേക്ക് വരുമ്പോൾ അതൊരു പാത്രത്തിൽ വെച്ച് ആ പാത്രം നിറച്ചു വെച്ചിരിക്കുന്ന രക്തത്തുള്ളികൾ കൊണ്ടുപോയി വിഗ്രഹങ്ങൾക്ക് മുന്നിൽ വെച്ചുകൊണ്ട് ദിവസങ്ങളോളം പൂജിച്ച് 50 കഷ്ടമാക്കിയതാകുന്ന ശരീരത്തിന്റെ അവയവങ്ങൾ, ആന്തരിക അവയവങ്ങൾ ഉൾപ്പെടെ ഫ്രീസറിൽ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ കൊണ്ടുപോയി സൂക്ഷിച്ച് അത് കൊണ്ടുവന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ ചേർത്ത് ദിവസവും അത് കൊണ്ടുവന്ന് കറി വെച്ചുകൊണ്ട് ആഹാരം കഴിക്കുകയാണ്. മനുഷ്യൻ്റെതാകുന്ന മാംസാഹാരം കഴിക്കുകയാണ്. എന്തിനാണിത് ചെയ്തത്? വ്യാജസിദ്ധന്റെ വാക്ക് കേട്ടിട്ടാണ്. ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകുമെന്ന് പറഞ്ഞതിന്റെ പേരിലാണ്. വിശുദ്ധമായ ഇസ്ലാം അംഗീകരിക്കാത്ത ഇത്തരത്തിലുള്ള നരബലികൾ സമൂഹ മധ്യത്തിൽ അങ്ങകല അമേരിക്കയിലോ ചൈനയിലോ ഇന്നും നടക്കുന്നതാകുന്ന നരബലിയെ കുറിച്ചല്ല ഓർമ്മപ്പെടുത്തുന്നത്. ഇന്നും കേരളത്തിന്റെ മുക്കുമൂലകളിൽ ജീവിതത്തിന്റെ വലിയ സൗഭാഗ്യം നേടിയെടുക്കാൻ അവസരം കിട്ടുന്നതായ നരബലിയാണെന്ന് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള വ്യാജന്മാർ ഈ സമൂഹത്തിൽ നിലകൊള്ളുകയാണ്. അന്ധമായ വിശ്വാസങ്ങൾക്ക് പിറകെ മുസ്ലിം സമുദായത്തിലെ സഹോദരിമാർ വരെ പോവുകയാണ്. നബിതങ്ങൾ 1400 വർഷം മുമ്പ് പറഞ്ഞതാണ്, യഥാർത്ഥമാകുന്ന ആലിമീങ്ങൾ മരണപ്പെട്ടു പോകുമ്പോ മോശപ്പെട്ടതാകുന്ന ആളുകളെ ആള് തേടി പോവുകയാണ്. വ്യാജന്മാരെ, വ്യാജ ചികിത്സകരെ തേടിപ്പോയി, വ്യാജസിദ്ധന്മാരെ, വ്യാജജിന്മമാരുടെ സവിധത്തിൽ പോയി കാര്യങ്ങൾ പറയുകയാണ്, വിഷമങ്ങൾ പറയുകയാ. അറിവില്ലാത്ത കാര്യങ്ങൾ കൊണ്ടവർ ജനങ്ങൾക്ക് ഫത്വ നൽകുകയാണ്, ജനങ്ങൾക്ക് മറുപടി നൽകുകയാണ്. സ്വഹാബ അവരും പിഴച്ചു പോവുകയാണ്, അവർ ജനങ്ങളെ പിഴപ്പിക്കുകയാണ് എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സഹോദരാ സഹോദരി, നാളെ പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് എത്തുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്തിനെ പറ്റി എടുത്ത് ചോദിക്കുകയാണ്. അത് നീ എവിടുന്നാണടാ ഈ സമ്പത്ത് നീ ചെലവഴിച്ചത്? എവിടുന്നാണടാ നീ ഇത് വാങ്ങിക്കൂട്ടിയത്? എവിടെയൊക്കെയാണടാ നീ ചെലവഴിച്ചത്? മറുപടി കൊടുക്കാതെ മഹ്ശറയിലേക്ക് വെച്ച കാല് അനക്കാൻ പറ്റൂല സഹോദരാ സഹോദരി.
ഈ ദുനിയാവിൽ ഹറാമായ മേഖലകളിൽ നീ ചെലവഴിച്ച സർവ്വസമ്പത്തിനെ പറ്റിയും ആഖിറത്തിൽ ചോദ്യമുണ്ടാകും. തീർച്ചയാണ് എത്രയോ ആളുകൾ വ്യാജമായി സമൂഹത്തിൽ ചികിത്സയ്ക്ക് വേണ്ടി ആത്മീയ ചികിത്സകരുടെ നേതാക്കളായി ചമഞ്ഞുകൊണ്ട് നിലകൊള്ളുന്നവരാണ്. ശരീരത്തിലൊരു പച്ച പുതച്ചത് കണ്ടിട്ടോ, കൈവരകൾ മോതിരമണിഞ്ഞിട്ട് കണ്ടിട്ടോ, കയ്യിലൊരു മയിൽപ്പീലി പിടിച്ചത് കണ്ടിട്ടോ, വലിയ താടി കണ്ടിട്ടോ, തലമുടികൾ കണ്ടിട്ടോ വലിയ വിലായത്തിന്റെ മർത്തവയുള്ള വ്യക്തിയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. എത്രയെത്ര മസാറുകൾ, എത്രയെത്രയുള്ള ആളുകളെ നിങ്ങളുടെ കൺമുന്നിൽ കാണാം. അവരെല്ലാം വിലായത്തിന്റെ മർത്തവയുള്ളവരാണെന്ന് കരുതി അവരുടെ പിറകെ നിങ്ങൾ പോകരുതേ സഹോദര സഹോദരി. ചിന്തിക്കണേ, ചിന്തിക്കണേ. ഇല്ലെങ്കിൽ ആഖിറത്തിൽ വലിയ ദുഃഖമാണ്. നാളെ പടച്ച റബ്ബിന്റെ ദർബാറിലെത്തുമ്പോ സമ്പത്തിന്റെ വിഷയത്തിൽ പടച്ച റബ്ബ് ചോദിക്കുമത്രേ, അൻമാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമാ അൻഫഖാ. സമ്പത്ത് എവിടുന്നാണടാ നീ സമ്പാദിച്ചത്, എവിടെയൊക്കെയാണടാ നീ ചെലവഴിച്ചത് എന്ന് ചോദിക്കുമ്പോ പള്ളിക്ക് വേണ്ടി, മദ്രസയ്ക്ക് വേണ്ടി, ദീനീ സ്ഥാപനങ്ങൾക്ക് വേണ്ടി കൊടുക്കാതെ പിടിച്ചു വെച്ച സമ്പത്ത് മുഴുവനും ഹറാമായ മേഖലകളിലേക്ക് തിരിച്ചു വെച്ചിട്ടുള്ള സഹോദരിമാരെ, സഹോദരങ്ങളെ ഖേദിക്കേണ്ടി വരുമേ. നാളെ പടച്ച റബ്ബിന്റെ ദർബാറിൽ മറുപടി കൊടുക്കാതെ വിറങ്ങലിക്കുകയാണ്. അതുകൊണ്ട് ഈ കുറഞ്ഞ കാലഘട്ട ജീവിതം മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ സംശുദ്ധമായ ജീവിതമാണ് നമ്മൾ ഹ്രസ്വമായി മനസ്സിലാക്കിയത്. ബഗ്ദാദിന്റെ ജീനാൻ എന്ന് പറയുന്ന ദേശത്ത് ഹിജ്റ 470 ജനിച്ചതാകുന്ന മഹാനുഭാവൻ 488 ബഗ്ദാദിന്റെ മണ്ണിലേക്ക് പോയി. നിസാമിയ യൂണിവേഴ്സിറ്റിയിൽ പോയി 32 കൊല്ലം ദീൻ പഠിച്ച് 33ാമത്തെ കൊല്ലം 51ാമത്തെ വയസ്സ് എത്തിയപ്പോ 4 വിവാഹം കഴിച്ച് 49 മക്കളെ പടച്ച റബ്ബ് നൽകി. അതിൽ 35 മക്കളും ചെറുപ്പത്തിലെ മരണപ്പെട്ടുപോയി. 14 മക്കളെ പോറ്റി വളർത്തി ഈമാനിന്റെ പ്രഭയുള്ളവരാക്കി. 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആത്മീയത ആളുകൾക്ക്, ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആത്മീയതയുടെ പ്രഭ കൊടുത്ത് പരിശുദ്ധമായ ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി നിലകൊണ്ട് 51 വയസ്സ് മുതൽ 91ാമത്തെ വയസ്സ് വരെ വിശുദ്ധമായ ദീനിന്റെ പ്രചരണത്തിന് വേണ്ടി തന്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച് അവസാനം റബീഉൽ ആഖിറിന്റെ 11 വിശുദ്ധമാക്കപ്പെട്ട ഇതേപോലെ ഒരു മാസത്തിൽ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ് സംശുദ്ധമായ ജീവിതം നയിച്ച മുഹയ്യദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പേരിൽ അദ്ദേഹത്തിന്റെ ത്വരീഖത്താകുന്ന ഖാദിരിയ ത്വരീഖത്തിൽ യഥാർത്ഥമാകുന്ന ത്വരീഖത്ത് പോലും വെള്ളം ചേർത്ത്, മായം ചേർത്തുകൊണ്ട്, വ്യാജം ചേർത്തുകൊണ്ട് വിറ്റഴിക്കുന്നവരില്ലയോ, അവരുടെ പിറകെ പോയിക്കൊണ്ട് സമ്പത്ത് നിങ്ങൾ ചെലവഴിക്കരുതേ. മോശമായ ചുറ്റുവട്ടത്തിലേക്ക് പോകരുതേ. ആഖിറം സംശുദ്ധമാക്കി ജീവിക്കണം. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. അല്ലാഹ്